ഒരു സ്വാലിഹത്തായ സ്ത്രീ. ലോക ചരിത്രത്തിൽ ആ സഹോദരിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് മഹാന്മാരുടെ ഖബറിൽ പോയി സിയാറത്ത് നടത്തലാണ്. ലോകത്ത് എവിടെയൊക്കെ ഔലിയാക്കളുണ്ടോ, സ്വാലിഹീങ്ങളുണ്ടോ, സഹാബികളുണ്ടോ, ആരിഫീങ്ങളുണ്ടോ, അവരുടെയൊക്കെ മഖാമിന്റെ ഹദറത്തിന്റെ അരികിൽ പോയിരുന്നിട്ട് സലാത്ത് സലാം പറഞ്ഞിട്ട് ഖുർആൻ ഓതി അവിടെ ഇരുന്നു കൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് കണ്ണീരൊഴുക്കി ആ സ്വാലിഹത്തായ സ്ത്രീ ദുആ ചെയ്യും. ദുആ ചെയ്ത് കഴിഞ്ഞിട്ട് ചില മഖാമിന്റെ ഉള്ളറയിൽ നിന്ന് അനുഭവങ്ങൾ ഉണ്ടാകും, ചില വ്യത്യസ്തമായ സ്വപ്നങ്ങൾ ഉണ്ടാകും, ചില രൂപരേഖകൾ ഉണ്ടാകും. അതനുസരിച്ച് തന്റെ ജീവിതത്തിൽ വല്ലാത്ത നേട്ടങ്ങളും ഉപയോഗങ്ങളും ഉണ്ടായി എന്ന് ആ പ്രിയപ്പെട്ട സഹോദരി പലപ്പോഴും തന്റെ സഹപാഠികളോട്, തന്റെ സഹചാരികളോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരിക്കൽ ഈ പ്രിയപ്പെട്ട സഹോദരി ഒരു ഖബറിന്റെ അടുത്ത് പോയി ഖബർ കണ്ടപാടെ കരയാൻ തുടങ്ങി. ആ ഖബറിന്റെ അടുത്ത് ചെന്നതും ആ പ്രിയപ്പെട്ട സഹോദരി കരയാൻ തുടങ്ങി. കണ്ണീരിങ്ങനെ ഒഴുകാൻ. ഒരുപാട് നൊമ്പരങ്ങളാണ്, ഒരുപാട് സങ്കടമാണ് പറയാൻ, ഒരുപാട് പ്രയാസമാണ്. ആ ഖബറിന്റെ അരികിൽ പോയിരുന്നു കൊണ്ട് പൊട്ടിക്കരഞ്ഞു. ഒരുപാട് സമയം ഖുർആൻ ഓതി, കുറേ സമയം സിയാറത്ത് നടത്തി. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് വരാൻ നേരം ആ പ്രിയപ്പെട്ട സഹോദരി തന്റെ മനസ്സിൽ ഭാരമായി നിൽക്കുന്ന സങ്കടങ്ങളൊക്കെ ഇറക്കി വെച്ച് തന്റെ വിഷമങ്ങളും ബേജാറുകളും വേദനകളും ഒക്കെ പറഞ്ഞ് എല്ലാത്തിനും ഒരു പരിഹാരം അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് അങ്ങയുടെ അരികിൽ വന്നതിന്റെ ബറക്കത്ത് കൊണ്ട് എനിക്ക് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അവിടെ നിന്ന് തിരിച്ചു വരാൻ നേരം ആ പ്രിയപ്പെട്ട സഹോദരി ആ ഖബറിൽ കിടക്കുന്ന മഹാനായ മനുഷ്യനോട് പറഞ്ഞു അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ടാണ് മടങ്ങി വരിക. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. മനസ്സിന്റെ അകത്ത് സങ്കടമുണ്ട്. ഒരുപാട് നേരം സലാം പറഞ്ഞു ദുആ ചെയ്തതാണ്. അവിടെ വരാ നേരത്ത് ഇപ്പോഴും മനസ്സിന്റെ പ്രയാസം മാറിയിട്ടില്ല. എങ്കിലും ഈ മഖാമിന്റെ തിരുമുമ്പിൽ വന്നുകൊണ്ട് കുറെ കരയാൻ കഴിഞ്ഞല്ലോ, കുറെ കാര്യങ്ങൾ പറയാൻ കഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് സങ്കടത്തോടെ സലാം പറഞ്ഞവിടെ ുമ്പോൾ ആ ഖബറിന്റെ അകത്തിടത്തിരുന്ന മനോഹരമായ രീതിയിൽ അലൈക്കുമുസ്സലാം എന്ന് സലാം അടക്കി. വഅലൈക്കുമുസ്സലാം എന്ന സലാം അടക്കിയപ്പോ ആ പ്രിയപ്പെട്ട സഹോദരിയുടെ പാദവിരൽ മുതൽ പെരുത്തു വരാൻ തുടങ്ങി. തകർന്നുപോയി, മനസ്സ് വല്ലാതെ പിളർന്നുപോയി. അല്ലാഹുവേ പടച്ചവനെ, എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തോട് വിട പറഞ്ഞു പോയ മഹാനായ ഒരു മനുഷ്യൻ ഈ സാധുവായ പാവപ്പെട്ടവളായ എന്റെ സലാം അടക്കുകയോ ആ ഖബറിന്റെ അരികിലേക്ക് തിരിച്ചു പോയിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തു. എന്റെ പ്രിയമുള്ളവരെ, ആ ഖബർ ആരുടെ ഖബറാണ്? ലോകത്ത് നിങ്ങൾ എവിടെ ഇരുന്നു കൊണ്ട് സലാം പറഞ്ഞാലും ആ മണ്ണിന്റെ മുമ്പിൽ പോയി പൊട്ടിക്കറിഞ്ഞാലും ഒക്കെ അത് കാണാനുള്ള കഴിവ് കൊടുത്തുകൊണ്ട് ലോകത്തിന്റെ അണുപത്യത്ത് അല്ലാഹു പടച്ചതമ്പുരാന്റെ ദീനിന് വേണ്ടിയിട്ട് ഏറ്റവും വലിയ പോരാട്ടം നടത്തിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മനസ്സിന്റെ അകത്ത് കൊണ്ട് നടന്ന ലോകത്ത് എത്രയോ ഔലിയാക്കൾ, എത്രയോ ശുഹദാക്കൾ ലോകത്തിന്റെ നാനാഭാഗത്ത് കിടക്കുകയാ. എത്രയോ രക്തസാക്ഷികൾ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടിയിട്ട് ഊരിപ്പിടിച്ച പടവാളുമായിട്ട് പട്ടിണി കിടന്നുകൊണ്ട് ഈമാനിന്റെ ആദർശ ആവേശത്തോടെ രംഗത്ത് വന്ന് പടപൊരുതിയിട്ട് തന്റെ ശരീരത്തിന്റെ കൈയും കാലും കരളും കൽബുമൊക്കെ വെട്ടിയെറിഞ്ഞുകൊണ്ട് ഇസ്ലാമിന്റെ യുദ്ധത്തിന്റെ രണാഘടത്തിലേക്ക് വലിച്ചെറിഞ്ഞപ്പോ ആ യുദ്ധത്തിന്റെ ഷഹീദായ പ്രിയപ്പെട്ട ശുഹദാക്കളുടെയൊക്കെ നേതാവായിട്ട് നാളെ പടച്ചറപ്പിന്റെ കോടതിയിലേക്ക് നായകനായി നേതാവായി ആദ്യം കടന്നു വരുന്ന മഹാനായ സയ്യിദുനാ ഹംസത്തുൽ കർറാർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മഖാമിന്റെ മുമ്പിലേക്കായിരുന്നു ബഹുമാനപ്പെട്ട ഇബ്നു ഖാലിദ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മയുടെ സഹോദരിയാണ് ഈ സ്ത്രീ. ഇബ്നു ഖാലിദ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മയുടെ സഹോദരിയാണ് ഈ പറയപ്പെട്ട ഹംസ റളിയല്ലാഹു തആല അൻഹു സലാം അടക്കി എന്നറിയപ്പെടുന്ന ഈ സ്ത്രീ. എന്റെ മുമ്പിലിരിക്കുന്ന കാഞ്ഞങ്ങാട് ടൗണിന്റെ പരിസരത്ത് ദീനീ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, കാസർഗോഡ് ജില്ലയിൽ വിശുദ്ധ റബീഉൽ അവ്വലിന്റെ മനോഹരമായ ദിനരാത്രങ്ങൾ ഓരോന്ന് അവസാനിച്ചു കൊണ്ടിരിക്കുമ്പോ ആദർശ വിപ്ലവത്തിന്റെ സാക്ഷികളാകാൻ വേണ്ടി ദുനിയാവിന്റെ മണ്ണിലൂടെ ആരംഭ റസൂലിന്റെ ഒരിക്കലും അവസാനിക്കാത്ത മദ്ഹ് മനസ്സിന്റെ അകത്ത് വാരിക്കോരിയിട്ടുകൊണ്ട് ആവേശത്തോടെ പ്രവേശനം നടത്തുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിങ്ങളുടെ മുന്നിലേക്ക് ഈ പ്രിയപ്പെട്ട യുവാവിന്റെ ചരിത്രം ഞാൻ സമർപ്പിക്കുമ്പോ എന്റെ മുമ്പിലിരിക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയുന്നു, ഏറ്റവും വലിയ മാറ്റിൽ വിഴക്കുന്ന പടക്കുതിരകളായി, പുലിക്കുട്ടികളായി, ഹറാമിയത്തിനെതിരെ, തോന്നിവാസത്തിനെതിരെ, താന്തോന്നിത്തരങ്ങൾക്കെതിരെ ആദർശ ശക്തിയുള്ളവരായി മാറാൻ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ തയ്യാറായില്ലെങ്കിൽ ആ മഹാനുഭാവന്റെ പൊരുത്തക്കേട് പോലും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ
അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയുടെ വിരിമാറിലേക്ക് പ്രബോധനത്തിന്റെ പ്രധാന കവാടം തുറന്നുകൊണ്ട് കടന്നു വരുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, അന്ന് വരെ ഏറ്റവും വലിയ അക്രമത്തിന് വേണ്ടി ജീവിച്ചു കൊണ്ടിരുന്ന ഇസ്ലാമിന്റെ ശത്രുക്കളുടെ ഉറക്കം നഷ്ടമായി പോയപ്പോ അവരെല്ലാവരും പരസ്യമായും രഹസ്യമായും പറഞ്ഞു, മുഹമ്മദ് എന്ന് പറയുന്ന അബ്ദുള്ളയുടെ ആമിനയുടെ പൊന്നുമോൻ വിശുദ്ധ മക്കയുടെ വിരിമാറിലേക്ക് പുതിയ ഒരു ആദർശവുമായി കടന്നു വന്നപ്പോ ആ ആദർശം കൊണ്ട് നമ്മൾ ഇന്ന് വരെ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ നന്മകളും അസ്തമിക്കാൻ പോവുകയാണല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് ബേജാറിലും വേദനയിലും ആശങ്കയിലുമായിട്ട് ആ പ്രിയപ്പെട്ട ഇസ്ലാമിന്റെ ശത്രുക്കളൊക്കെ പലപ്പോഴും ഒതുങ്ങിക്കൂടിയെന്ന ചർച്ചകൾ നടത്താൻ തുടങ്ങി. ഒരിക്കൽ മഹാനായ ഹംസ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടില്ല. ആ സമയത്ത് ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടില്ല. ശത്രുക്കളുടെ പക്ഷമായിരുന്നു, ശത്രുക്കളോടൊപ്പം നിന്ന ആളായിരുന്നു. ശത്രുക്കളെല്ലാവരും വളഞ്ഞിരുന്നുകൊണ്ട് ചർച്ച നടത്തുകയാണ്. ഓരോരുത്തരും പറയുകയാണ്. അബുൽ ഹക്കം പറയുന്നു, അഥവാ അബൂജഹൽ പറയുന്നു, അതുപോലെയുള്ള ഇസ്ലാമിന്റെ ശത്രുക്കളൊക്കെ പറയുകയാണ്, മുഹമ്മദിനെ കൊണ്ട് തോറ്റിരിക്കുകയാണ്. മുഹമ്മദ് ആദർശത്തിന്റെ വിപ്ലവവുമായി കടന്നു വരുമ്പോ നമ്മൾ ആരും ഇപ്പൊ വിചാരിക്കുന്നത് പോലെയല്ല. കുറെ നാള് കഴിയുമ്പോ മക്ക മുഴുവനും മുഹമ്മദിന്റെ കയ്യിലാകും. മക്കയിൽ നിന്ന് നമ്മളോടൊപ്പം നിൽക്കുന്ന എല്ലാ സമ്പന്നരും എല്ലാ അധികാരികളും മുഹമ്മദിന്റെ കൈവെള്ളയിലാകും. അതുകൊണ്ട് എങ്ങനെയെങ്കിലും മുഹമ്മദിനെ വകവരുത്തണം. ആ മുഹമ്മദിന്റെ വാക്കിൽ ചില മാസ്മരികമായ ശക്തിയുണ്ട്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും മുഹമ്മദിനെ വകവരുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിന്റെ ശത്രുക്കള് വട്ടമേശ സമ്മേളനം കൂടുമ്പോ മാറിയിരുന്നു കൊണ്ടൊരു പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ ചിരിക്കുകയാണ്. എന്നിട്ട് ആ ചെറുപ്പക്കാരൻ പറയുന്നു, നിങ്ങൾ എന്തിനാ പേടിക്കുന്നത്, നിങ്ങൾ എന്തിനാ വിഷമിക്കുന്നത്? മുഹമ്മദ് സത്യസന്ധനാണ്. മുഹമ്മദിന്റെ ജീവിതം നല്ലതുപോലെ എനിക്കറിയാം. ഒരിക്കലും ആ മുഹമ്മദ് നിങ്ങളെ വഞ്ചിക്കൂല, നിങ്ങളെ പറ്റിക്കൂല, നിങ്ങൾക്കെതിരെ നാട്ടിലൊരു വിപ്ലവം നടത്തൂല. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും മുഹമ്മദിനെ കൊല്ലാൻ തീരുമാനിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് ആ സരസിൽ നിന്ന് പുഞ്ചിരി തൂകിയിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോര മനുഷ്യനാര മഹാനാര ഹംസ റളിയല്ലാഹു തആല അൻഹു. നടന്നു പോകുമ്പോ മനസ്സുകൊണ്ട് ഹംസ റളിയല്ലാഹു അൻഹു ചിന്തിക്കുകയാണ്, എന്തിനാണ് ഞാൻ മുഹമ്മദിനെ കുറ്റപ്പെടുത്തുക, എന്തിനാണ് ഞാൻ മുഹമ്മദിനെ പരിഹസിക്കുക, എങ്ങനെയാണ് എന്റെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞാൻ മാറ്റിവെക്കുക? ഒരു കളവ് ജീവിതത്തിൽ ഇന്ന് വരെ എന്നോടൊപ്പം ജീവിച്ചിട്ട് പറഞ്ഞതായിട്ട് എനിക്കറിയില്ല. ഒരു ഉറുമ്പിനെ, ഒരു കുഞ്ഞു പ്രാണിയെ ഇതുവരെ മുഹമ്മദ് ഉപദ്രവിച്ചതായിട്ട് ആർക്കും പറയാൻ കഴിയില്ല. ഹംസ റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ട മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും 2 വയസ്സിന്റെ പ്രായ വ്യത്യാസമേ ഉള്ളൂ. എളാപ്പയാണെങ്കിൽ പോലും ഒരുമിച്ച് കളിച്ച് ചിരിച്ച് വളർന്ന ജീവിതത്തിന്റെ തോഴന്മാരാണ് ഹംസ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഇഷ്ടം ഒതുങ്ങിക്കൂടി മാറിക്കഴിയുക എന്നതാണ്. ആളും ബഹളവുമില്ലാതെ, ആളും അനക്കവും ഇല്ലാത്ത സ്ഥലത്ത് നിന്ന് മാറി ഒറ്റയ്ക്ക് മാറി ഒതുങ്ങിക്കൂടി കഴിയുക, ഏകനായിട്ട് എപ്പോഴും ഇരിക്കുക, ഒരുപാട് അലങ്കോലങ്ങളൊന്നുമില്ലാതെ കഴിഞ്ഞുകൂടുന്ന സ്വഭാവക്കാരനാണ് ബഹുമാനപ്പെട്ട മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ചെറിയ പ്രായം മുതൽ ഹംസ റളിയല്ലാഹു അൻഹു അങ്ങനെയായിരുന്നില്ല. ഹംസ റളിയല്ലാഹു അൻഹു വേട്ടയ്ക്ക് പോകുമായിരുന്നു. ഹംസ റളിയല്ലാഹു അൻഹു അവിടുത്തെ അധികാരികളുമായി ഏറ്റവും നല്ല ബന്ധമുള്ള ആളായിരുന്നു. ഹംസ റളിയല്ലാഹു അൻഹുവിന് ഏറ്റവും അധികം ജനങ്ങളെ സ്വാധീനിക്കാൻ കഴിവുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മക്കയുടെ ഏറ്റവും വലിയ വിലപിടിപ്പുള്ള സമ്പന്ന വർഗത്തിന്റെ മനസ്സിൽ ഹംസ എന്ന് പറയുന്നത് ഒരു വില്ലാളി വീരനെ പോലെ തെളിഞ്ഞു നിന്നപ്പോ മുഹമ്മദ് എന്ന് പറയുന്നവർ പാവപ്പെട്ടവരോടൊപ്പം നിന്നുകൊണ്ട് ആളും ബഹളവും അനക്കവും ഇല്ലാതെ ഒറ്റപ്പെട്ടു മാറി എന്നുകൊണ്ട് കഴിയാൻ ഇഷ്ടപ്പെട്ടിരുന്നു. പക്ഷേ മക്കയുടെ മണത്തരികളെ പോലും വേദനിപ്പിക്കാതെ നടന്നുപോയ മുത്ത് റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന് മുമ്പും ഹംസ റളിയല്ലാഹു തആല അൻഹുവിന് സ്നേഹമായിരുന്നു. പിന്നെ എപ്പോഴാണ് ആ സ്നേഹം മക്കയോട് വിളിച്ചു പറഞ്ഞത്? ആ സ്നേഹം മക്കയോട് വിളിച്ചു പറഞ്ഞിട്ട് ആവേശത്തോടെ അള്ളാഹുവിന്റെ ദീൻ വാരിപ്പിടുന്നതെപ്പോഴാ? ഏറ്റവും അധികം ഹംസ റളിയല്ലാഹു അൻഹുവിന് ഇഷ്ടമുള്ളത് വേട്ടയ്ക്ക് പോകല, മൃഗങ്ങളെ വേട്ട ചെയ്തിട്ട് സന്തോഷത്തോടു കൂടി മടങ്ങി വരുമ്പോ ഒരിക്കൽ മഹാനായ ഹംസ റളിയല്ലാഹു തആല അൻഹുവിന്റെ മുമ്പിലേക്ക് ഒരു അടിമ സ്ത്രീ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഓടി വരികയാ. വേദനയോടെ നിലവിളിച്ച് നെഞ്ചപ്പടിച്ചുകൊണ്ട് ഓടി വരികയാ. ഓടി വന്നിട്ട് ഹംസ റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു കൊടുക്കുകയാ, ലൗ റഅയ്ത മാ ലഖിയ ഇബ്നു അഖീക മുഹമ്മദിൻ മിൻ അബിൽ ഹകമി ആനിഫാ. അല്ലയോ പ്രിയപ്പെട്ട ഹംസ, അല്ലയോ പ്രിയപ്പെട്ട ഹംസ, അങ്ങയുടെ സഹോദരന്റെ മകൻ മുഹമ്മദ് ഉണ്ടല്ലോ, ആ മുഹമ്മദ് ഇപ്പൊ കരഞ്ഞുകൊണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് പോയതേ ഉള്ളൂ. ഹംസ റളിയല്ലാഹു അൻഹു ഒരു ചന്തേ കാരണമെന്തേ? ആ സമയത്ത് അടിമ സ്ത്രീയായ പെണ്ണു പറയുകയാ, എന്റെ പ്രിയപ്പെട്ട ഹംസ, അങ്ങയുടെ സഹോദരന്റെ മകനെ അബൂജഹൽ അടിച്ചിരിക്കുകയാ, അങ്ങയുടെ സഹോദരന്റെ മകനായ മുഹമ്മദിനെ അബൂജഹൽ അടിച്ചിരിക്കുകയാണ്. മുഹമ്മദിന്റെ തലയിലടിച്ചു കവിളിലടിച്ചു ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. മക്കയുടെ
മണൽത്തരികളിലൂടെ ഉഴഞ്ഞു പോകുന്ന കുഞ്ഞുറുമ്പിനെ പോലും വേദനിപ്പിക്കാത്ത മുഹമ്മദിനെ അബൂജഹൽ അടിച്ചപ്പോ മുഹമ്മദിനോടുള്ള ആദർശത്തിന്റെ പേരിലല്ല, മുഹമ്മദിനോടുള്ള താല്പര്യത്തിന്റെ പേരിലല്ല, സാധുവായ ആരെയും വേദനിപ്പിക്കാത്ത 14 രാവ് തോറ്റുപോകുന്ന പുഞ്ചിരിയുടെ പ്രഭ പരത്തുന്ന മുഹമ്മദിനെ അബൂജഹൽ അടിച്ചപ്പോൾ ആർക്കും എതിർക്കാൻ പറ്റിയില്ല. എല്ലാവരും നോക്കി നിന്നു, എല്ലാവരും അബൂജഹലിന്റെ കൂടെ നിന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മനസ്സ് പൊട്ടിപ്പോയി. അതുകൊണ്ട് ലഖലൗ റഅയ്ത മാ ലഖിയ ബിൻ അഖീക മുഹമ്മദിൻ മിൻ അബിൽ ഹക്കമി ആനിഫ, ആ അബൂജഹലിന്റെ കയ്യിൽ നിന്ന്, അന്ന് അബൂജഹലിന്റെ പേര് അബുൽ ഹക്കം എന്നാണ്, അന്ന് അബൂജഹലിന്റെ പേര് അബുൽ ഹക്കം എന്നാണ്. ആ അബുൽ ഹക്കമിന്റെ കൈ കൊണ്ട് നിന്റെ സഹോദര പുത്രനായ മുഹമ്മദിന് കിട്ടിയാടി എന്റെ ഹംസ നീ കണ്ടിരുന്നെങ്കിൽ നിനക്ക് സഹിക്കാൻ പറ്റില്ലായിരുന്നു എന്ന് പറഞ്ഞപ്പോ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണ് നിറഞ്ഞൊഴുകുകയാണ്. എന്റെ മുഹമ്മദിനെ അടിച്ചോ, എന്റെ കൂട്ടുകാരനെ അടിച്ചോ, എന്റെ മുഹമ്മദ് ആരെങ്കിലും ഉപദ്രവിക്കോ, എന്റെ മുഹമ്മദ് ആരെങ്കിലും വേദനിപ്പിക്കോ, എന്റെ മുഹമ്മദ് ആരെങ്കിലും സങ്കടപ്പെടുത്തുവോ, എന്റെ മുഹമ്മദ് ആരെങ്കിലും നൊമ്പരപ്പെടുത്തുവോ, ആ സാധുവാര മുഹമ്മദിനെ ഉപദ്രവിച്ചുവോ എന്ന് ചോദിച്ചുകൊണ്ട് മഹാനാര ഹംസ റളിയല്ലാഹു അൻഹു പുലിക്കുട്ടിയെ പോലെ ചാടി ഇറങ്ങുകയാണ്. വഖാമല റഅസിഹി, ഇന്ന് വരെ മക്ക കണ്ടിട്ടില്ല, ഇന്ന് വരെ മക്ക രാജ്യം കണ്ടിട്ടില്ല, അത്രത്തോളം വലിയ തന്റെ ഇടമുള്ള ഹംസയെ കണ്ടിട്ടില്ല, അത്രത്തോളം തീവാറുന്ന കണ്ണിന്റെ ഉടമയായ ഹംസയെ കണ്ടിട്ടില്ല, അത്രത്തോളം ആവേശമുള്ള ഹംസയെ കണ്ടിട്ടില്ല. ഹംസ റളിയല്ലാഹു തആല അൻഹു അബൂജഹലിന്റെ മുമ്പിലേക്ക് ചെല്ലുകയാണ്. എന്നിട്ടോ റഫഅൽ ഖൗസോ, വേട്ടയ്ക്ക് കൊണ്ടുപോയ അമ്പും വില്ലും അബൂജഹലിന്റെ മുമ്പിലേക്ക് ഹംസ റളിയല്ലാഹു അൻഹു എടുക്കുകയാ. സിംഹത്തെ എറിഞ്ഞു വീഴ്ത്താ, കടുവയെ, പുലിയെ, മാനിനെ, ആനയെ എറിഞ്ഞു വീഴ്ത്താൻ കൊണ്ടുപോയ അമ്പും വില്ലും എടുത്ത് കയ്യിൽ ഉയർത്തി കാണിച്ചിട്ട് ഹംസ റളിയല്ലാഹു അൻഹു വളറബഹു ബിഹാ, മക്കയുടെ മണ്ണിൽ ആദ്യമായിട്ട് അബൂജഹലിന്റെ തലക്കടിക്കുകയാ. മക്കയുടെ വിരിമാറിൽ ആദ്യമായിട്ട് അബൂജഹലിന്റെ തലക്കടിക്കുകയാ. തലങ്ങും വിലങ്ങും അടിക്കുകയോ. അബൂജഹൽ അത്ഭുതത്തോടെ നോക്കുന്ന ഹംസ നീ എന്നെ അടിക്കുകയോ, ഹംസ നീ എന്നെ അടിക്കുകയോ. ആ മക്കയുടെ മണ്ണിൽ ഒരുമിച്ച് കൂടിയ മുഴുവൻ ആളുകളും ഓടി വരികയാ. എന്ത് രംഗമാണ് ഈ കാണുന്നത്? ഇന്നലെ അബൂജഹലും ഹംസയും ഒറ്റക്കെട്ടായിരുന്നല്ലോ, ഇന്ന് ഹംസ അബൂജഹലിനെ അടിക്കുകയോ. അതിനിടയിൽ ഒരാൾ പറഞ്ഞു മാനറോക്കയാ ഹംസോ ഇല്ലോ ഖദ് സബൗതയാ ഹംസോ, നീ ഞങ്ങളോട് ഇഷ്ടമുള്ളവനാണെന്ന് ഞങ്ങൾക്കറിയാം ഹംസ, നീ അബൂജഹലിനെ സ്നേഹിക്കുന്നവനാണെന്ന് ഞങ്ങൾക്കറിയാം, നീ ഞങ്ങളോടൊപ്പമാണെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷെ എന്തിനാണ് നീ അബുൽ ഹക്കമിനെ അടിക്കുന്ന ഹംസ, എന്തിനാ അടിക്കുന്ന ഹംസ എന്ന് പറയുമ്പോ അബൂജഹൽ പറഞ്ഞതെന്തെന്നറിയോ? നിങ്ങൾ ആരും ഹംസയെ ഒന്നും പറയല്ലേ, ഹംസ അടിക്കട്ടെ, ഞാൻ ഈ അടികൊള്ളാൻ അർഹതപ്പെട്ടവനാണ്. അബൂജഹലിന്റെ ഏറ്റവും വലിയ കുതന്ത്രത്തിന്റെ വാക്കായിരുന്നു അത്. നിങ്ങൾ ഹംസയെ ഒന്നും ചെയ്യല്ലേ, ഹംസയോടൊന്നും ചോദിക്കല്ലേ, ഹംസ അടിക്കട്ടെ, ഈ അടികൊള്ളാൻ ഞാൻ അർഹനാണ്. അബാ അമ്മാറ, അബു അമ്മാറ എന്നാണ് ഹംസ റളിയല്ലാഹു അൻഹു വിളിക്കാൻ. അബു അമ്മാറെ നിങ്ങൾ മാറ്റിവെക്കുക, അവനോടൊന്നും നിങ്ങൾ ചോദിക്കണ്ട. വല്ലാഹി ലഖദ് സബബ്തു ഇബ്നു അഖീഹി സബ്ബൻ കബീഹാ, ഞാൻ ഹംസയുടെ സഹോദരന്റെ മകൻ മുഹമ്മദിനെ ഏറ്റവും മോശമായി തെറി വിളിച്ചു, ചീത്ത വിളിച്ചു. അതുകൊണ്ടാണ് ഹംസ എന്നെ അടിക്കുന്നത്, അല്ലാതെ ഹംസ മതം മാറിയത് കൊണ്ടല്ല എന്നാണ് അബൂജഹലിന്റെ വാക്കിന്റെ അർത്ഥം. അബൂജഹൽ ഒന്ന് പ്ലേറ്റ് മാറ്റി പിടിച്ചതാ, ഹംസ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി അടികൊള്ളാൻ തയ്യാറാ. പക്ഷെ മുഹമ്മദിന്റെ മതത്തിലേക്ക് പോയില്ലേ. അതുകൊണ്ട് നിങ്ങൾ ആരും ഒന്നും ചോദിക്കണ്ട, ഞാൻ മുഹമ്മദിനെ, അവന്റെ സഹോദരന്റെ മകനെ ചീത്ത വിളിച്ചത് കൊണ്ട് എന്നെ അടിക്കുന്നതാണ്, അതുകൊണ്ട് നിങ്ങൾ മാറി നിൽക്കുക എന്ന് പറഞ്ഞപ്പോ ഹംസ റളിയല്ലാഹു തആല അൻഹു ആരംഭ റസൂലിനെ വിളിക്കുകയാ, താലിയാ മുഹമ്മദ്, താലിയാ മുഹമ്മദ്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയുടെ വിരിമാറിൽ കണ്ണീരൊഴുക്കിയിരിക്കും അരികിലേക്ക് വിളിക്കാൻ. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂലായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തോളത്തേക്ക് ഹംസ റളിയല്ലാഹു അൻഹു തന്റെ ഗാംഭീര്യമുള്ള ആ ശരീരത്തിന്റെ വലത്തെ കൈയെടുത്ത് തോളത്തേക്ക് ഇട്ടു. എന്നിട്ട് പറയുകയാണ്, ഹംസ റളിയല്ലാഹു അൻഹു പറയുകയാണ്, എടാ അബൂജഹലേ, വഅന്നല്ലദീ യഖൂലു ഹഖ്ഖുൻ ഫവല്ലാഹി ഫംനഊനി ഇൻ കുന്തും സാദിഖീൻ. അബൂജഹലേ, മക്കയുടെ ശത്രുക്കളെ, ഖുറൈശി കുടുംബത്തിലെ തലവന്മാരെ, സമ്പന്ന വർഗമേ, ഉമ്മയുടെ മുലപ്പാൽ കുടിച്ച കുട്ടികളുണ്ടെങ്കിൽ
സത്യമാണെന്ന് ഞാനിതാ പറയുന്നടാ. മുഹമ്മദ് പറഞ്ഞത് സത്യമാണെന്ന് ഞാനിതാ പറയുന്നടാ. അറേബ്യൻ മരുഭൂമി അത്ഭുതപ്പെട്ടു പോരാ, ആകാശം അത്ഭുതപ്പെട്ടു പോര ദിവസമോ ഹംസ റളിയല്ലാഹു എന്ന് പറയുകയാണ്. മക്ക പേടിച്ച ഹംസ റളിയല്ലാഹു എന്ന് പറയുകയാണ്. ഇസ്ലാമിന്റെ ശത്രുക്കൾ ഞെട്ടറ്റുപോയ ദിവസമോ, തകർന്ന് തരിപ്പണമായി പോയ ദിവസമാ. അബൂജഹൽ ഞെട്ടിപ്പോയി, അബൂജഹലിന്റെ ഹൃദയം കിടുങ്ങിപ്പോയി. ആരംഭ റസൂലിന്റെ തോളത്ത് കൈയിട്ടിട്ട് ഹംസ റളിയല്ലാഹു എന്ന് പറയാ, എന്റെ മുഹമ്മദിന് ആരാ കല്ലെറിയുന്നതെന്ന് ഞാനൊന്ന് നോക്കട്ടെ, എന്റെ മുഹമ്മദിനെ ആരാ കുറ്റപ്പെടുത്തുന്നതെന്ന് ഞാനൊന്ന് നോക്കട്ടെ, എന്റെ മുഹമ്മദിനെ ആരാ പരിഹസിക്കുന്നതെന്ന് ഞാനൊന്ന് നോക്കട്ടെ. എന്റെ മുഹമ്മദിന്റെ ശരീരത്തിന് തുടരണമെങ്കിൽ ഹംസയുടെ ജീവൻ നിങ്ങൾ എടുക്കണമെന്ന് മക്കയുടെ വിരുമാറിൽ നിന്നുകൊണ്ട് ഗർജിക്കുന്ന സിംഹക്കുട്ടിയെ പോലെ മഹാനാര ഹംസത്തുൽ കർറൂർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫംനഊനി ഇൻ കുന്തും സാദിഖീൻ. നിങ്ങൾ സത്യസന്ധന്മാരാണെങ്കിൽ മുഹമ്മദിനെ തടയണ്ട, എന്നെ തടയ്. ധൈര്യമുള്ളവരുണ്ടെങ്കിൽ എന്നെ തടയ്. ഞാൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് സത്യമാണെന്ന് വിശ്വസിക്കുന്നവനാണ്. എന്നിട്ട് നിബിതങ്ങളെയും വിളിച്ചുകൊണ്ട് ഹംസ റളിയല്ലാഹു അൻഹു ഒറ്റ പോക്കാണ്. ശത്രുക്കളാകെ കുഴഞ്ഞു, എല്ലാവരും സങ്കടപ്പെട്ടു, വട്ടം കൂടിയിരുന്നു. അവര് പറഞ്ഞു, ഇനി എന്ത് ചെയ്യും, ഇനി എന്ത് ചെയ്യും? ഹംസ റളിയല്ലാഹു അൻഹു നടന്നു പോകുമ്പോൾ മനസ്സിങ്ങനെ വിമ്മിപ്പൊട്ടുകയാണ്. വീട്ടിലേക്ക് ഒറ്റയ്ക്ക് നടന്നു പോകുമ്പോൾ ചിന്തിച്ചു, ഞാൻ പറഞ്ഞത് അബദ്ധമായി പോയോ? മുഹമ്മദിനോടുള്ള സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹം കൊണ്ട് പെട്ടെന്നൊരാവേശത്തിൽ മുഹമ്മദിന് വേണ്ടിയിട്ടൊരു പ്രസംഗം നടത്തിയതാ. പക്ഷെ ഞാൻ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന ആരാധനകളൊക്കെ കള്ളമാണെന്നും ആ മതം എനിക്ക് വേണ്ട എന്നും മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുതിയ ആദർശം എനിക്ക് മതി എന്നുമല്ലേ ഞാൻ പറഞ്ഞത്? അത് ശരിയായോ? മനസ്സിന്റെ അകത്ത് ആശങ്ക. എന്തായാലും തീരുമാനം നാളെ എടുക്കാം, ഇന്ന് രാത്രി പോയി കിടക്കുമ്പോൾ ആലോചിക്കാം. രാത്രി പോയി കിടക്കുമ്പോൾ ഒന്നാമത്തെ ആള് വരികയാണ്. ആര് നല്ല തീരുമാനമെടുത്താലും മുടക്കാൻ വരുന്ന ഒന്നാമത്തെ ആളാരാ? ആരാ? കാഞ്ഞങ്ങാടുകാർക്ക് നല്ലപോലെ അത് മനസ്സിലായിരുന്നാൽ മതി, മറന്നുകൊണ്ട. ഇബ്ലീസ് ആണെന്ന് പറഞ്ഞെങ്കിൽ അത് മനസ്സിലുണ്ടാവണം എപ്പോഴും. അള്ളാഹു സംയുക്ത മഹലിന്റെ പ്രവർത്തനങ്ങൾ അള്ളാഹു വിജയിപ്പിക്കട്ടെ. അപ്പോ ഹംസ റളിയല്ലാഹു അൻഹു വീട്ടിൽ പോയി കിടക്കാണ്, ഉറക്കം വരുന്നില്ല. ഒരു ഭാഗത്ത് മുഹമ്മദിന്റെ ചിത്രം, മറുഭാഗത്ത് അബുൽ ഹക്കം എന്നാണ് ആദ്യത്തെ പേര്, അബുൽ ഹക്കമിന്റെ ചിത്രം. ഇങ്ങനെ കിടക്കുമ്പോ മുഹമ്മദ്, ഇങ്ങനെ കിടക്കുമ്പോ അബുൽ ഹക്കം. എന്തു വേണം? നാളെ ഇസ്ലാമിന്റെ ശത്രുക്കളുടെ മുന്നിലേക്ക് പോകുമ്പോ നാണക്കെടുവോ? അങ്ങനെ ചെന്നിങ്ങനെ കിടക്കുമ്പോഴാണ് മനസ്സിന്റെ വാതിൽ മുട്ടിയിട്ട് ഇബ്ലീസ് ലഅനത്തുല്ലാഹിലേക്ക് കടന്നു വരുന്നത്. ഹബീബേ, ഉറക്കമായോ? ഹംസ റളിയല്ലാഹു അൻഹു ചിന്തിക്കാൻ. ഇബ്ലീസ് ഹംസ, നിനക്ക് പ്രാന്തോ? നിനക്ക് എന്ത് പറ്റിപ്പോയി? നീ എന്ത് മണ്ടത്തരവാ വിളിച്ചു പറഞ്ഞിട്ട് വന്നത്? നീ ഇന്ന് അറേബ്യയുടെ ആരാ? ഇബ്ലീസ് പറഞ്ഞു കൊടുക്കാൻ. നിങ്ങൾ ഏതെങ്കിലും ഒരു പലിശക്കാരൻ ഇവിടെ ഇരുന്ന് വാത് കേട്ടിട്ട് നാളെ ഞാൻ പലിശ കൊടുക്കുന്നില്ല എന്ന് തീരുമാനിച്ച് കരഞ്ഞ് വീട്ടിൽ പോയി കിടക്കുമ്പോൾ ഇബ്ലീസ് വന്നിട്ട് പറയും, അസ്സലാമു അലൈക്കും, മൊയിലാരെ പലിശ നിർത്താൻ പോവാണോ? വേറെ ജോലി ഇല്ലടാ. വാക്കവി ഒന്ന് വാത് പറഞ്ഞിട്ട് വാക്കവി തിരുവനന്തപുരത്ത് എത്തി, നിനക്ക് തലയ്ക്ക് കൂടെയില്ല, നല്ല കാര്യമുണ്ട് അതൊക്കെ ചെയ്യാൻ. ഓരോന്ന് തലമറയ്ക്കാൻ തീരുമാനിക്കുന്ന, പർദ്ദയിടാൻ തീരുമാനിക്കുന്ന, നല്ല വസ്ത്രം ധരിക്കാൻ തീരുമാനിക്കുന്ന, നിസ്കരിക്കാൻ തീരുമാനിക്കുന്ന, ളുഹാനിസ്കാരം തുടങ്ങാൻ തീരുമാനിക്കുന്ന, സ്വതക്ക ചെയ്യാൻ തീരുമാനിക്കുന്ന എല്ലാവരുടെയും മനസ്സിൽ ഇബ്ലീസ് വന്നിട്ട് ഉപദേശിക്കും. കാരണം ഇന്നഹു ലകും അദുവ്വും മുബീൻ. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ സൂറത്ത് യാസീൻ പറയുക, അവനാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു. അലം അഹദ് ഇലൈക്കും യാ ബനീ ആദമ അല്ലാ തഅബുദു ശൈത്താൻ ഇന്നഹു ലകും അദുവ്വും മുബീൻ. നിങ്ങൾ ശൈത്താനെ ആരാധിക്കല്ലേ, ആ ശൈത്താനുമായി നിങ്ങൾ ബന്ധപ്പെടല്ലേ, അവൻ പറയുന്ന പോലെ നിങ്ങൾ കേൾക്കല്ലേ, നിങ്ങൾ അനുസരിക്കല്ലേ. അവനാണ് നിങ്ങളുടെ ഏറ്റവും വ്യക്തമായ ശത്രുവെന്ന് വിശുദ്ധ ഖുർആൻ. ആ ശത്രു കടന്നു വരികയാണ്, ആ ശത്രു കടന്നു വരികയാ. ആരംഭ റസൂലിന്റെ മനോമുഖരത്തിന്റെ ഉള്ളറയിലേക്ക് ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ചിത്രവും ചിന്തയിൽ കടന്നു വരുമ്പോ ആ ഹംസയുടെ മനസ്സിലേക്ക് ഇബ്ലീസ് കടന്നു വരികയാണ്. എന്നിട്ട് ഇബ്ലീസ് പറയുകയാ, അല്ലയോ ഹംസ, നീ മക്കയുടെ രാജാവല്ലേ? അന്ത സയ്യിദു ഖുറൈശ്, അന്ത സയ്യിദു ഖുറൈശ്, നീ ഖുറൈശികളുടെ നേതാവല്ലേ ഹംസ?
അന്ത സയ്യിദു ഖുറൈശ്, നിങ്ങൾ ഖുറൈശികളുടെ നേതാവല്ലേ ഹംസ, നീ ആരെയാ പിന്നെ പേടിക്കുന്നത്? ഖുറൈശികൾക്കൊരു നേതാവുണ്ടെങ്കിൽ നീയാണ് നേതാവ്. ഈ പാവപ്പെട്ട യതീമാരെ മുഹമ്മദ് പറയുന്നത് നീ കേൾക്കാണോ? നാണക്കേട് തന്നെ. ശൈത്താൻ വന്ന് മനസ്സിൽ ഇങ്ങനെ പറയാൻ, നിന്റെ ഉപ്പ നിന്റെ ഉപ്പുപ്പ കുടുംബക്കാരൊക്കെ ചെയ്തുകൊണ്ടിരുന്ന മതത്തെ കളഞ്ഞിട്ട് ഹംസ നിനക്ക് എന്തു പറ്റി? അവസാനം ഇബ്ലീസ് പറഞ്ഞ വാക്ക് മഹാന്മാര് പറയുന്നു, ഏറ്റവും സാഹിത്യ സമ്പുഷ്ടം, അൽ മൗതു ഖൈറുൽ ലക മിമ്മാ സനഅത. നീ മുഹമ്മദിന്റെ കൂടെ പോകുന്നതിനേക്കാളും നല്ലത് നീ മരിക്കലാണെന്ന് ശപിക്കപ്പെട്ടവനാണ് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. നീ മുഹമ്മദിന്റെ കൂടെ പോകുന്നതിനേക്കാളും നല്ലത് നീ മരിക്കലാണ്. പക്ഷേ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിങ്ങനെ മനസ്സ് പിടച്ചു. ശൈത്താൻ സമ്മതിക്കൂല എന്നുള്ളത് ശരിയാ. മുമ്പ് ഒരാൾ ഹജ്ജിന് പോയ കഥ നിങ്ങൾക്കറിയില്ലേ? പഴയ കാലത്ത് ഹജ്ജിന് പോകുന്നത് കപ്പലിലാണ്. ഒരുപാട് പണമൊക്കെ മുടക്കി കെട്ടും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ കപ്പലിൽ പോകും. ദിവസങ്ങളോളം ഇങ്ങനെ കപ്പലിൽ യാത്രയാണ്. അങ്ങനെ കപ്പലിൽ ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ട് ഒരാൾ ഹജ്ജിന് പോകാൻ വേണ്ടി സാധനങ്ങളൊക്കെ ചുമന്ന് ഓടി വരികയാണ്. ഓടി വന്നൊക്കെ കപ്പല് പോയി. ഇനി വേറെ മാർഗമൊന്നുമില്ല. അവിടെ നിന്ന് കരഞ്ഞു അയാൾ. എന്ത് ചെയ്യും, ഞാനിനി എന്ത് ചെയ്യും? പൊട്ടിക്കരഞ്ഞു. അയാള് വിതുമ്പിക്കരഞ്ഞു, മനസ്സ് പൊട്ടി, സങ്കടം നിറഞ്ഞു. ആ മഹാനാര മനുഷ്യൻ ആ കപ്പല് പോയതിന്റെ പേരിൽ സങ്കടപ്പെട്ട് കരഞ്ഞപ്പോൾ ആരോഗ്യ ദൃഢഗാത്രനായ ഒരു ചെറുപ്പക്കാരൻ വന്ന് പറഞ്ഞു, അസ്സലാമു അലൈക്കും ഹബീബ്, എന്റെ സങ്കടം. അയാള് പറഞ്ഞു, മോനെ കപ്പല് പോയി, എനിക്ക് ഹജ്ജിന് പോകാനുള്ളതാ, ഇനി ഈ വർഷം നടക്കൂല, വേറെ കപ്പലൊന്നും വിടുന്നില്ല, എല്ലാം പോയല്ലോ, എന്റെ ആഗ്രഹം നഷ്ടമായല്ലോ, എന്റെ പണം പാഴായല്ലോ. ആ സമയത്ത് ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഞാൻ ഈ കടലിലൂടെ നീന്താം, നിങ്ങൾ എന്റെ തോളത്ത് കയറിയിരുന്നാൽ മതി. അപ്പൊ ഇയാള് പറഞ്ഞു, നിന്നെ കൊണ്ട് പറ്റുമോ? ആ ചെറുപ്പക്കാരൻ കൈ മസ്സിൽ ഉരുട്ടി കാണിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഒരിക്കലും തളരൂല, ധൈര്യമായിട്ട് കയറിക്കും. അങ്ങനെ ഈ വയോവൃദ്ധനായ മനുഷ്യനെ തോളത്ത് കയറ്റിയിട്ട് അലറി വിളിക്കുന്ന തിരമാലകളെ കീറി മുറിച്ചുകൊണ്ട് കടലിലൂടെ ഈ ചെറുപ്പക്കാരൻ നീന്തി നീന്തി മുന്നോട്ട് പോയി. അവസാനം കപ്പല് പോകുന്ന സ്ഥലത്തെത്തി. ആ കപ്പലിന്റെ ഭാഗത്തെത്തിയപ്പോ ഈ തോളിന്റെ മുകൾ ഭാഗത്ത് നിന്ന് ഈ പ്രിയപ്പെട്ട സഹോദരനെ കപ്പലിലേക്ക് എടുത്തു വെച്ചു. എന്നിട്ട് പറഞ്ഞു, സന്തോഷമായില്ലേ, നിങ്ങൾക്ക് കപ്പൽ നഷ്ടപ്പെട്ടു പോയില്ലല്ലോ, ഞാൻ നിങ്ങളെ കൊണ്ടുവന്ന് എത്തിച്ചില്ലേ. അപ്പോ ഇത്രയും ഉപകാരം ചെയ്തെങ്കിലും ഒന്ന് പരിചയപ്പെടണ്ടേ? ഇത്രയും വലിയ ഉപകാരം. വണ്ടി കിട്ടാതെ വഴി നിന്നതാ. പെട്ടെന്നൊരാൾ കേറിക്കോ മുസ്ലിയാർ എന്ന് പറഞ്ഞ് കയറ്റി കൊണ്ട് അപ്പുറത്തിറങ്ങി. എന്താ പേര്, എവിടെ സ്ഥലം? ശരി, അസ്സലാമു അലൈക്കും. അതൊരു സ്വാഭാവിക മര്യാദയല്ല. ഹജ്ജിന് പോകുന്ന മനുഷ്യർ ഇയാളോട് ചോദിച്ചു, നിങ്ങളുടെ പേരെന്താ? അപ്പൊ ആ മനുഷ്യൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാനാണ് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. അല്ലാഹ്, സാധാരണ ഹജ്ജിന് പോണവനെ ഇല്ലാതാക്കണ ഇബ്ലീസാണ്. ഇപ്പൊ പോകാൻ പറ്റാത്തവനെ ചെമന്നുകൊണ്ട് കപ്പലിൽ കയറ്റി. അപ്പൊ ഇയാള് പറഞ്ഞു, നിന്റെ മറ്റേ പരിപാടിയൊക്കെ നീ നിർത്തിയോ? ഇപ്പൊ ഹജ്ജിന് വിടാൻ തുടങ്ങിയോ? ഗ്രൂപ്പ് തുടങ്ങിയോ? ആ സമയത്ത് ഇബ്ലീസ് പറഞ്ഞടാ മടയ, അതുകൊണ്ടല്ല, നിനക്ക് ഹജ്ജിന് പോവുക എന്നത് ആത്മാർത്ഥമായ ആഗ്രഹമായിരുന്നു, അതിനെനിക്ക് പോകാൻ പറ്റിയില്ല, കപ്പല് പോയി. നീ ഹജ്ജിന് പോകാൻ പറ്റാത്ത സങ്കടം കൊണ്ട് കടലിന്റെ കരയിലിരുന്നിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന കപ്പലിനെ നോക്കി കരഞ്ഞപ്പോ ഒരു തുള്ളി കണ്ണീരിന് ഒരു ഹജ്ജിന്റെ പ്രതിഫലം വെച്ച് അള്ളാഹ് എഴുതാൻ തുടങ്ങി. ഒരു തുള്ളി കണ്ണീരിന് ഒരു ഹജ്ജിന്റെ കൂലി. അപ്പൊ നീ ഇരുട്ട വിളക്ക് ഇരുന്ന് കരഞ്ഞാൽ ആയിരക്കണക്കിന് ഹജ്ജിന്റെ കൂലി നിനക്ക് കിട്ടും. അങ്ങനെ നീ ഓസിനുണ്ടാക്കണ്ട, കേരളാന്ന് പറഞ്ഞ് കൊണ്ടുപോയതാ. അപ്പോ ഇതാകുമ്പോ ഒറ്റ ഹജ്ജല്ലേ കിട്ടൂ. ഇവിടെ ഇരുന്ന് നീ കരഞ്ഞാൽ ഇഷ്ടംപോലെ ഹജ്ജ് കിട്ടും. അപ്പൊ നീ നാളെ പരലോകത്ത് രക്ഷപ്പെടും. അങ്ങനെ വേണ്ട, ഒരു ഹജ്ജ് ചെയ്തോ പാവല്ലേ എന്ന് പറഞ്ഞ് കൊണ്ടുപോയതാ. ഇതാണ് ഇബ്ലീസ്. നമ്മൾ അറിയൂല, നമ്മളുടെ ഉള്ളിൽ കിടന്ന് നമ്മൾ അറിയാതെ ഒരു പണി നമുക്ക് തരും. അതാണ് ശപിക്കപ്പെട്ടവനായ ഇബ്ലീസ്. അല്ലാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ടാണ് മഹാന്മാര് പറഞ്ഞത്, ദാഹമൗത്തതു കൂട്ടിടും ഇബ്ലീസ് കൂസിനെ കാട്ടിടും, സമയം ലഈനവരാട്ടുവ ബദിരീങ്ങളാൾ തുണ റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. നൗസാദ് വാഖയുടെ പ്രഭാഷണം ന്യൂ ജനറേഷൻ ആയി പോയെന്ന് പരാതി പറയുന്നവരെ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രഭാഷണം നടത്തിയ
പ്രിയപ്പെട്ട ഉസ്താദുമാരൊക്കെ ചൊല്ലിപ്പിച്ചിരുന്നതല്ലേ? ചൊല്ലാൻ കഴിയാത്തവര് നിങ്ങളാണ് ന്യൂ ജനറേഷൻ ആയി പോയത്, ബാക്കിമാരല്ല. മാറിപ്പോയത് നിങ്ങളാ, മാറ്റം കൊതിക്കുന്നത് നിങ്ങളാ, ആട്ടം കൊതിക്കുന്നത് നിങ്ങളാ, അല്ലാതെ പ്രവാചകന്മാരല്ലോ. അതുകൊണ്ട് മാറിക്കോ ചെറുപ്പക്കാരാ, പഴമയിലേക്ക്, നന്മയിലേക്ക്, വെളിച്ചത്തിലേക്ക്, പ്രകാശത്തിലേക്ക്, പ്രഭയിലേക്ക്, ആത്മീയതയിലേക്ക്, ആദർശത്തിലേക്ക്, ആത്മീയതയിലേക്ക് കടന്നു വന്നു. പഴയകാലത്തുള്ള മഹാന്മാരൊക്കെ ആ ശപിക്കപ്പെട്ടവൻ മരിക്കുന്ന സമയത്ത് വരെ മനുഷ്യന്റെ മനസ്സിനെ മാറ്റാൻ വേണ്ടി പരിശ്രമിക്കുമല്ലോ എന്ന് പറഞ്ഞ് പൊട്ടിക്കരന്നുകൊണ്ട് കാവൽ ചോദിച്ചു പോരെങ്കിൽ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിനെ കീഴടക്കാൻ നോക്കിയിട്ട് നടന്നില്ല. ഹംസ റളിയല്ലാഹു അൻഹു എഴുന്നേൽക്കുകയാ, കഅബാലയത്തിന്റെ മുമ്പിലേക്ക് പോകുകയാ. അന്ന് കഅബ എന്ന് പറയുന്നത് മുസ്ലിങ്ങൾ മാത്രമല്ല, ഹൈന്ദവ അന്നത്തെ മതത്തിലെ അറേബ്യൻ സമുദായം മുഴുവൻ കഅബയുടെ മുന്നിലാണ് കാര്യങ്ങൾ തീരുമാനിക്കുക. ഹംസ റളിയല്ലാഹു അൻഹു അവിടെ വരികയാണ്, രണ്ട് കൈ ഉയർത്തിയിട്ട് പറയുകയാണ്, ഏത് ദൈവത്തിനോടെന്നറിയില്ല, ഏത് സൃഷ്ടാവിനോടെന്നറിയില്ല, എങ്കിലും മനസ്സ് പൊട്ടിയിട്ട് ഹംസ റളിയല്ലാഹു അൻഹു പറയുകയാ, അല്ലാഹുമ്മ ഇൻ കാന റുശ്ദ ഫജ്അൽ തസ്ദീഖഹു ഫീ ഖൽബി വഇല്ലാ ഫജ്അൽഹു ലീ മിമ്മാ വഖഅതു ഫീഹി മഖ്റജാ. അല്ലാഹുവേ, ഈ ആകാശത്തെ പടച്ച നാഥാ, ഈ ഭൂമിയെ പടച്ച നാഥാ, ഈ പ്രപഞ്ചത്തെ പടച്ച നാഥാ, മുഹമ്മദ് നബി പറയുന്നതാണ് സത്യമെങ്കിൽ അതിലേക്ക് എന്റെ കൽബിനെ നീ ചേർത്ത് വെക്കണേ അല്ലാ. മുഹമ്മദ് പറയുന്നതാണ് സത്യമെങ്കിൽ അതിലേക്ക് എന്റെ കൽബിനെ ചേർത്ത് വെക്കണേ അല്ലാ. അതല്ല മുഹമ്മദ് പറഞ്ഞത് കളവാണെങ്കിൽ അതിൽ നിന്ന് തന്നെ മാറ്റണേ അല്ലോ എന്ന് പറഞ്ഞിട്ട് മടങ്ങി വരുമ്പോ ഫഅൽഖല്ലാഹു ഫീ ഖൽബിഹിൽ ഈമാൻ. ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ഹൃദയത്തിനകത്ത് അല്ലാഹു ഈമാൻ കൊടുത്തു. പൊട്ടിക്കരഞ്ഞിട്ട് ഓടുകയാണ്, യാ ഹബീബല്ലാഹ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ആരംഭ റസൂൽ വാരിപ്പുണർന്നു. അള്ളാന്റെ ഹബീബിന് സന്തോഷമായി. ആകാശത്തിൽ നിന്ന് മഴക്കാറ് കൂടിയിട്ട് മനോഹരമായ സന്തോഷം പങ്കുവെച്ചു മഴത്തുള്ളികൾ. മക്ക ആനന്ദനന്ദിതരായി നൃത്തം ചവിട്ടി. അറേബ്യൻ മരുഭൂമി മുഴുവനും മുത്തുറസൂലിനെ മുത്തം കൊടുക്കാൻ കൊതിച്ചുപോയി. ഹംസ റളിയല്ലാഹു അൻഹു ആരംഭ റസൂലിനെ വാരി പുണർന്നിട്ട് പറഞ്ഞു, നബിയേ, ഇതാണ് സത്യമെന്ന് എനിക്ക് മനസ്സിലായി, ഇതാണ് ആദർശമെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് യാ ഹബീബല്ലാഹ് നബിയേ, അങ്ങ് പ്രയാസപ്പെടേണ്ട നബിയേ, അങ്ങ് സങ്കടപ്പെടേണ്ട നബിയേ, അങ്ങയുടെ മനസ്സിൽ ആശങ്കകൾ വേണ്ട നബിയേ, ധൈര്യമായിട്ടിരുന്നോ, ഞാനുണ്ടല്ലോ. എന്നിട്ട് നബി തങ്ങളോട് ആദ്യമായി പറഞ്ഞതെന്താ? ഇങ്ങനെ വെറുതെ എവിടെയെങ്കിലും ഇരുന്ന് രഹസ്യമായി പറഞ്ഞുകൊണ്ടിരിക്കാറ്, എന്റെ സഹോദരന്റെ മകനായ മുഹമ്മദ് നബിയെ ഇറങ്ങി വാ, ദീനിന്റെ കുറച്ച് പ്രഖ്യാപിക്കുക, പ്രഭാഷണം നടത്തുക. ഞാൻ എന്റെ നബിയെ, ആരാണ് നിങ്ങളെ തൊട? ഈ മക്കയുടെ മണ്ണിൽ ഒരുത്തരുണ്ടെങ്കിൽ വരട്ടെ, ഒരു ഉമ്മയുടെ പൊന്നുമോനുണ്ടെങ്കിൽ വരട്ടെ. ഹംസയെ തൊടാതെ നിങ്ങളെ തൊടാൻ കഴിയില്ല നബിയെ, ഹംസയെ തൊടാതെ നിങ്ങളെ തൊടാൻ കഴിയില്ല നബിയെ. എന്തിനും ഏതിനും ഹംസയുണ്ട്, എന്തിനും ഏതിനും ഹംസയുണ്ട്. അതുകൊണ്ടാണ് ചരിത്രം പറഞ്ഞത്, വമ്പുറ്റ ഹംസ റളിയല്ലാഹു ചാടി തമ്പിയ സുവദേ മാറടാ, വല്ലൽ നബി മഹ്മൂദർ ഹൗലിന്ന് വെള്ളം കുടിക്കുന്നോനാരടാ, അംബർ ഷഫീഉള്ള കാവൽ നിന്നുള്ള സംഭാരമിൽ വന്ന് ചേരണ, ഖൈറുൽ വറ നബിയാർ കുളത്തിന്ന് ധൈര്യമുണ്ടെങ്കിൽ കോരടാ, ഒന്നന്മാരുണ്ടെങ്കിൽ ഞാനൊന്ന് കാണട്ടെ, ഒന്ന് വിളത്തോടെ വെള്ളം കൂടി ചാട്ടെ, തുമ്പിക്ക് മാമദം പൊട്ടിയുളമട്ടെ, കൂറിയ വാക്കിനെ കേട്ട് വിളമ്പട്ടെ, സംസരിക സരിക പമകരിരിം കരിമാകരിക താകും ദാഗ ഗും ഗും ഗുണ ഗുണ ഗും ഗും ഗുണ അമ്പറുകളും. മഹാനായ ഹംസ റളിയല്ലാഹു അൻഹു ഇസ്ലാമിന് വേണ്ടി പടയോട്ടം നടത്തിയ വീരേതിഹാസ
ഇതിഹാസം രചിച്ചു പോലെ ചരിത്രത്തിലേക്ക് എന്റെ നീലേശ്വരത്ത് വന്ന ചെറുപ്പക്കാരാ കടന്നു വരാൻ പോവാണ്. മാറണം ചെറുപ്പക്കാരാ, മാറ്റമുണ്ടാക്കണം ചെറുപ്പക്കാരാ. സിനിമാ നടന്മാരുടെ പിന്നാലെ കന്നുകാലികളെ പോലെ നടക്കാറ് ശുഹദാക്കളെ കുറിച്ച് പഠിച്ചോ. കള്ളുകുടിയന്മാരുടെ പിന്നാലെ ആഭാസത്തരത്തിന് വേണ്ടി നടക്കാറ് ഇസ്ലാമിന്റെ ചുണക്കുട്ടന്മാരെ കുറിച്ച് പഠിച്ചോ. എന്നിട്ട് മനോഹരമായി നല്ല രീതിയിൽ മുടി വളർത്തിക്കോ, നല്ല രീതിയിൽ വസ്ത്രം ധരിച്ചോ, നല്ലതുപോലെ ഇബാദത്ത് ചെയ്തോ, മഹാന്മാർക്ക് വേണ്ടി ഫാത്തിഹ ഓതിക്കോ. ആ ചരിത്രം വിറങ്ങലിച്ചു നിൽക്കുന്ന മനോഹരമായ അറേബ്യൻ സംസ്കാരത്തിന്റെ മുഹൂർത്തങ്ങളെ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ മനസ്സിലേക്ക് കൊണ്ടുവാ. അല്ലാതെ മറ്റുള്ളവരെ പറ്റിക്കാനും വഞ്ചിക്കാനും തട്ടിക്കാനും ഓട്ടിക്കാനും ചതിക്കാനും വേദനിപ്പിക്കാനും പ്രയാസപ്പെടുത്താനും കൊള്ള നടത്താനും കൊള്ളിവെക്കാനും മാനഭംഗപ്പെടുത്താനും കൊലപാതകം നടത്താനും അനാശാസ്യങ്ങൾക്ക് തിരിതെളിക്കാനും വേണ്ടി കെട്ടി രംഗപ്രവേശനം ചെയ്ത് ഇബ്ലീസിന്റെ വാലാട്ട് പട്ടികളായി നരകത്തിന്റെ വിറകുള്ളിയാകാതിരിക്കാറ് കടന്നുവാ ചെറുപ്പക്കാരോ. കള്ളു വലിച്ചെറിയ ഇസ്ലാമിന്റെ യുവത്വമേ, മദ്യം വലിച്ചെറിയണോ, മദിരാശി വലിച്ചെറിയണോ, അനാവശ്യമായ ചിന്തകൾ ചിത്രങ്ങൾ വലിച്ചെറിയണോ. അനീബൂ ഇലാ റബ്ബിക്കും വഅസ്ലിമൂ. അല്ലാഹുവിന്റെ യഥാർത്ഥമായ ദീൻ വാരിപ്പുണരാൻ വന്നു. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇസ്ലാമിന്റെ ശത്രുക്കൾ കമ്മിറ്റി കൂടി ഹംസ റളിയല്ലാഹു അൻഹുവിനെ കൊല്ലണം, ഇല്ലെങ്കിൽ ദീൻ വളരെ ഉറപ്പാണ്. കമ്മിറ്റി കൂടുമ്പോഴൊക്കെ കമ്മിറ്റി ഇങ്ങനെ വിറയ്ക്കുക. കാരണം കൊല്ലാനെ കൊണ്ട് ചെല്ലാൻ പറഞ്ഞിരിക്കാൻ മുമ്പേ ലോകത്ത് ഏതൊക്കെ അഭ്യാസമുണ്ടോ അതൊക്കെ ഹംസ റളിയല്ലാഹു അൻഹു അറിയാം. അതൊക്കെ ഹംസ റളിയല്ലാഹു അൻഹുവിന് അറിയാം. അത് കഴിഞ്ഞിട്ട് അറേബ്യൻ മണ്ണിൽ വേറെ ആരുള്ളൂ? ഉമർ റളിയല്ലാഹു അൻഹു മുത്ത് റസൂലിനെ കൊല്ലാമെന്ന ചരിത്രം നിങ്ങൾക്ക് അറിയാലോ. കാലം കുതിക്കുന്ന നീതിമാൻ നിങ്ങൾ പഠിച്ചതാ. ഊരിപ്പിടിച്ച വാൾ കയ്യിൽ വെച്ചിട്ട് എവിടെ മുഹമ്മദ് ഒരു ചോടി വന്നപ്പോ ഒരാൾ ഓടി വന്ന് പറഞ്ഞു നബിയേ രക്ഷപ്പെട്ടോ, ഉമർ വരിക. ഹംസ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഏത് ഉമർ? ഉമറിന്റെ ജീവിതത്തിൽ ആദ്യമായി തിരിച്ചടിക്കുന്നത് ഒരുപക്ഷെ ഇന്ന് ഹംസയായിരിക്കും. ധൈര്യം ഉണ്ടെങ്കിൽ വരാൻ പറയുമെന്ന് പറഞ്ഞ് മുത്ത് റസൂലിന്റെ ചാരത്തൊരു സിംഹക്കുട്ടിയെ പോലെ നിന്നു മഹാനായ ഹംസത്തുൽ കറാർ റളിയല്ലാഹു തആല അൻഹു. ഇതൊക്കെ പറയുമ്പോ ഇവിടെയുള്ള ഇസ്ലാമില്ലാത്ത മറ്റു മതത്തിലുള്ള സഹോദരങ്ങൾ അവര് വാഴ്ചും കുത്തി ഇതൊക്കെ തൂക്കി ഇങ്ങനെ നിൽക്കാണ്. അവര് പറയും, മുസ്ലിയാർ ഇവിടെ അടി ഉണ്ടാക്കാൻ വേണ്ടി വാളും പരിചയം യുദ്ധമായിട്ട് വന്നില്ലടാ, ആകെ കുഴപ്പമായി, നമ്മൾ വാഴ്ചു കുത്തി പ്രശ്നമായല്ലോ എന്ന് ചിന്തിക്കരുത്. ഇതൊരു ഇസ്ലാമിന്റെ ഒരു സഹാബിയുടെ ചരിത്രമാണ്. നിങ്ങളും പഠിക്കണം. ലോകത്ത് യുദ്ധം നടന്നതൊക്കെ മരിക്കാൻ പോകുമ്പോ തിരിഞ്ഞു നിന്നുകൊണ്ട് കൊല്ലല്ലേ എന്ന് പറയുന്ന വിശ്വാസികളാണ്. ആദ്യമേ അവര് വിപ്ലവം നടത്തി വാളും കൊണ്ട് ഇറങ്ങി വന്നില്ല. മുത്ത് റസൂൽ ദീൻ പ്രചരിപ്പിച്ചപ്പോ അള്ളാന്റെ ഹബീബിന്റെ വീട്ടിനകത്തൊരു ജൂതനായ മനുഷ്യനെ പറഞ്ഞു വിട്ടു അവിടെ മലമൂത്ര വിസർജനം നടത്താൻ വേണ്ടി, പണി കൊടുക്കാൻ വേണ്ടിയാ. എത്രയും കഷ്ടപ്പെടുത്തുക, അതാണല്ലോ ഇസ്ലാമിന്റെ ശത്രുക്കളുടെ കാര്യം. നബിതങ്ങളെടുത്ത് ഈ മുസാഫറായ മനുഷ്യൻ ജൂതനാണ്, പുറത്തു പറഞ്ഞില്ല. നബിയെ കിടക്കാൻ ഇച്ചിരി സ്ഥലം വേണം, രാത്രിയാ. അള്ളാന്റെ റസൂൽ പറഞ്ഞു കിടന്നോളൂ എന്ന് പറഞ്ഞ് കുറച്ച് സ്ഥലം കൊടുത്തു. ഈ മനുഷ്യൻ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ട് വന്നതാ. രാത്രി അതിനകത്ത് മലമൂത്ര വിസർജനം നടത്തി അത് ആ റൂം മുഴുവനും വൃത്തികേടാക്കിയിട്ട് മുത്ത് റസൂൽ എഴുന്നേൽക്കുന്നതിന് മുമ്പേ പുറകിലെ വാതിലിലൂടെ ഇറങ്ങി ഓടി. ഈ മനുഷ്യൻ, ജൂതനായ മനുഷ്യൻ പോയപ്പോഴാണ് യാത്രയ്ക്കുള്ള കുറച്ച് ഭക്ഷണവും സാധനങ്ങളൊക്കെ ഒരു സഞ്ചിയിലാണ് വെച്ചിരുന്നത്. അത് ആ റൂമിലായി പോയി. അതെടുക്കാൻ വേണ്ടി ഈ മനുഷ്യൻ തിരിച്ചു ചെല്ലുമ്പോൾ അവിടെ കണ്ട കാഴ്ച എന്താ? എൻ്റെ ഹൈന്ദവ സഹോദരങ്ങൾ പഠിക്കണം. വാളും പരിചയും ബോംബും ഒന്നുമല്ല ഇസ്ലാമിന്റെ പ്രബോധനത്തിന്റെ മാർഗം. ജീവിതമാണ്. ജീവിതം കാണിച്ചു കൊടുക്ക്, ജീവിച്ച് കാണിച്ചു കൊടുക്ക്, മറ്റുള്ളവരൊക്കെ ഇസ്ലാമിലേക്ക് വരും. മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആ റൂമിലേക്ക് ജൂതനായ മനുഷ്യൻ ചെന്ന് നോക്കുമ്പോ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ കൈകൾ കൊണ്ട് ആ നജസ് വൃത്തിയാക്കാൻ. സുബ്ഹാനല്ലാഹ്. ആ മനുഷ്യൻ അവിടെ നിന്ന് കരഞ്ഞിട്ട് പറഞ്ഞു, എനിക്കിനി നിങ്ങളെ മതി, ഈ ലോകത്തെക്കാളും ഞാൻ സ്നേഹിക്കുന്നത് നിങ്ങളെയാണ്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്, മാപ്പാക്കണേ എന്ന് പറഞ്ഞിട്ട് ആയിരക്കണക്കിന് ആളുകൾ ജീവിതം കണ്ടുകൊണ്ട് ഇസ്ലാമിലേക്ക് വന്നു. അല്ലാതെ വാളും പരിചയം ബോംബൊന്നുമല്ല. നിങ്ങൾക്ക് സങ്കടം വേണ്ട. സർവമംഗള മംഗല്യേ ശിവേ സർവാർദ്ധ സാധികേ തരണ്യേ ത്രായംബകേ ഗൗരി നാരായണീ നമോസ്തുതേ എന്ന് പാടി ഹൈന്ദവ ഭക്തജനങ്ങളായ നിങ്ങളെ വേദനിപ്പിക്കാനല്ല ഞാനിവിടെ വന്നത്.
യമാന വസ്തുവോ മനോ യഥാ വസ്തു സഹാസ്തി. ഒരമ്മ പെറ്റ മക്കളെ പോലെ ജീവിക്കുന്നവനാണ് യഥാർത്ഥ ഹൈന്ദവ മതത്തിൽ അനുയായി എന്ന് പറഞ്ഞ മഹാഭാരതത്തിന്റെ അണികളാണ് ബാഡ്ജ് കുത്തി ഇവിടെ നിൽക്കുന്ന ഈ സ്ഥാപനം നന്മയ്ക്കു വേണ്ടിയുള്ളതാണ്, മനുഷ്യത്വത്തിന് വേണ്ടിയുള്ളതാണ് എന്ന് വിശ്വസിക്കുന്ന ഹൈന്ദവ സഹോദരങ്ങൾ അല്ലാഹു ഹിദായത്ത് കൊടുക്കട്ടെ. അപ്പോ ഹംസ റളിയല്ലാഹു അൻഹുവിനെ വകവരുത്തണം, ഇല്ലെങ്കിൽ ദീൻ വളരും എന്ന് പറഞ്ഞുകൊണ്ട് കമ്മിറ്റി കൂടി ശക്തമായി തീരുമാനങ്ങൾ ഉണ്ടായി. ബദർ യുദ്ധത്തിന് മുമ്പ് തന്നെ ചെറിയ ചെറിയ അടിയും ബഹളവും ലഹളയും കുഞ്ഞു കുഞ്ഞു യുദ്ധങ്ങളും ഒക്കെ ഉണ്ടായി. പക്ഷേ ആ ബദർ യുദ്ധത്തിന്റെ സമയമായി ഇസ്ലാമിക ചരിത്രത്തിൽ ഹംസ റളിയല്ലാഹു അൻഹു ഏറ്റവും വലിയ സിംഹമാണ്, അല്ലാഹുവിന്റെ സിംഹമാണെന്ന് ലോകം തലകുലുക്കി സമ്മതിച്ച പോലെ ചരിത്രമുറങ്ങുന്ന ഭാഗമാണ് ബദർ. എന്റെ പ്രിയപ്പെട്ടവരെ, പഴയ കാലത്തുള്ള ഉമ്മമാരോട് ഉപ്പമാരോട് ചോദിച്ചാൽ ബദർ പടപ്പാട്ട് അവര് പാടിത്തരുമല്ലോ. ഇന്ന് ഏത് മക്കളോടാണ് ചോദിക്കുക? മക്കളെ ഒരു ബദറിന്റെ പാട്ട് പാടിത്ത, മക്കളെ ഒരു ബദരീങ്ങളെ മതക് പറഞ്ഞതാ ഒരുത്തരും അറിയില്ല. തുണി ഉടുക്കാത്ത ആൽബം പാട്ടിന്റെ പിന്നാലെ നായകളെ പോലെ കറങ്ങി നടന്നുകൊണ്ട് ആദർശത്തെ കളഞ്ഞു കുളിക്കാറില്ലാതെ മുൻഗാമികൾ ധരിച്ചു വെച്ച പോലെ മഹാന്മാരുടെ ചരിത്രമാരെ ബദർ പടപ്പാട്ട്. എന്റെ പ്രിയപ്പെട്ട കാഞ്ഞങ്ങാട് കാസർഗോഡ് ജില്ലയിലെ ചെറുപ്പക്കാരാ തിരിച്ചു കൊണ്ടുവരിക. ഒരുപക്ഷെ ഇവിടെ ഏതെങ്കിലുമൊക്കെ ഉപ്പമാരുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാകും. ഇങ്കും ഇഹ്റാജായുള്ളൊരു ലഹുവായി വേച്ച് സുജൈകളേതെല്ലാമുണ്ട് ഓതിയിടൂവീ കിണ്ടങ്ങൾ അൽത്താമും മുണ്ടന്നോ മൈറുംബിൻ കിബ്റനാം ജാവീർ അബിലുസൈനും ഇതുപൊടി കേമക്കാരായുള്ള നാമക്കാരാ. മറന്നുപോയല്ലോ എന്റെ കേരളത്തിന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മറന്നുപോയല്ലോ. കുറെ സിനിമാ പാട്ട് വരുമ്പോ, കുറെ ആൽബം പാട്ട് വരുമ്പോ, കുറെ മൈക്കിൾ ജാക്സന്റെ ചുവടുകൾ വരുമ്പോ, കുറെ ഉഷാ ഉതുപ്പിന്റെ വൃത്തികെട്ട വാക്കുകൾ കടന്നു വരുമ്പോ, കുറെ സംഗീതം വരുമ്പോ, കുറെ ആട്ടവും പാട്ടും വരുമ്പോ എങ്ങനെ മറക്കും നിങ്ങൾ? റമളാന്റെ 17-ാം രാവിന്റെ പരിവയിലത്ത് പട്ടിണി കിടന്നുകൊണ്ട് തുരുമ്പിച്ച വാളം പിടിച്ചുകൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തിറങ്ങിയ ബദരീകളെ നിങ്ങൾക്ക് മറക്കാൻ എങ്ങനെ പറ്റുന്ന ചെറുപ്പക്കാരാ? പദവി കൂടുമ്പോ, പണം കൂടുമ്പോ, ആഡംബരം കൂടുമ്പോ നിങ്ങൾ മറക്കല്ലേ ഇസ്ലാമിന്റെ ശത്രുക്കൾക്കെന്ന് 600 തടിച്ചു കൊടുത്ത ഒട്ടകങ്ങളാ, 1000-ഓളം വരുന്ന യോദ്ധാക്കളാ. പാവപ്പെട്ട ബദറിലോ 70-ഓളം വരുന്ന തുരുമ്പിച്ചു പോയ 70-ഓളം വരുന്ന ശരീരം ശുഷ്കിച്ചു പോയ ഒട്ടകങ്ങളും തുരുമ്പിച്ച കുറെ വാളുകളും. അല്ലാഹുവേ, 16 ദിവസം നോമ്പ് പിടിച്ചതല്ലേ, ബദറിലേക്ക് പുറപ്പെടുകയാ. അതിന്റെ കാര്യകാരണങ്ങൾ പറയലല്ലേ എന്റെ ലക്ഷ്യം? ഹംസ റളിയല്ലാഹു അൻഹുവിനെ പരിചയപ്പെടുത്തലാ. ഇസ്ലാമിന്റെ ശത്രുക്കൾ നേരത്തെ വന്ന് വെള്ളവും സമ്പൽ സമൃദ്ധിയുമുള്ള സ്ഥലത്തൊക്കെ വന്ന് തമ്പടിച്ചു പോയി. പാവപ്പെട്ട മുസ്ലിങ്ങൾ ടെന്റ് കെട്ടി താമസിക്കുന്ന സ്ഥലത്ത് വെള്ളമില്ല. വല്ലാത്ത പരിതാപകരമായ അവസ്ഥ, മഴയുമില്ല. ആകെ സങ്കടത്തിലായി, ബേജാറിലായി അവരെല്ലാവരും മുത്ത് റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ വന്ന് പരാതി പറഞ്ഞു. നബിയേ, അല്ലാഹുവിന്റെ റസൂലേ, മഴ വേണം നബിയേ, വുളു എടുക്കാൻ പോലും വെള്ളമില്ല നബിയേ. സങ്കടം ബോധിപ്പിച്ചപ്പോ ആരംഭ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സുജൂദിൽ കിടന്നുകൊണ്ട് ബദറിന്റെ തലേ ദിവസം ഒരു ദുആ ചെയ്തു. ആ സുജൂദിൽ ഏറ്റവും അധികം അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലിയ ഒരു ദിക്ർ മഹാന്മാർ കിതാബിലൂടെ രേഖപ്പെടുത്തുകയാണ്. ആ സുജൂദിൽ, ബദറിന്റെ തലേ ദിവസത്തെ സുജൂദിൽ അല്ലാഹുവിന്റെ റസൂൽ ഏറ്റവും അധികം ചൊല്ലിപ്പോയ ദിക്ർ കിതാബുകളിൽ കാണാം. ആ ദിക്ർ നിങ്ങൾക്ക് പഠിക്കണ്ടേ. ആരംഭ റസൂൽ ബദറിന്റെ തലേ രാത്രിയിൽ സുജൂദിൽ കിടന്നുകൊണ്ട് ഏറ്റവും കൂടുതൽ പ്രാവശ്യം ചൊല്ലിയ മനോഹരമായ ദിക്ർ നിങ്ങൾക്ക് പഠിക്കണ്ടേ. അല്ലാഹു പഠിക്കാൻ തൗഫീഖ് തരട്ടെ. ഇന്നവസാനം കാത്തിരിക്കുന്നവരെ, പോകാതെ നിൽക്കുന്നവരെ, ഞാൻ നിൽക്കട്ടെ, കാല് തളരട്ടെ, ക്ഷീണിക്കട്ടെ, ഉസ്താദേ ആ ദിക്ർ പറഞ്ഞ് ദുആ ചെയ്യുന്നത് വരെ ഞാൻ പോവില്ല, ഞാൻ
കൂട്ടുകാരെ, ആ ദിക്ർ നിങ്ങൾ ഇന്ന് പറയുവോ? മക്കയുടെ വിരുമാറിൽ ബദറിന്റെ രണാകണത്തിന്റെ തലേ ദിവസം സുജൂദിൽ കിടന്നുകൊണ്ട് സമുദായത്തിന് വേണ്ടി പൊട്ടിക്കരഞ്ഞ മുത്തേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുജൂദിൽ കിടന്ന് ഏറ്റവും അധികം ചൊല്ലിയ ഒരു ദിക്ർ 11 പ്രാവശ്യം ഇന്നിവിടെ ചൊല്ലി ഇൻഷാ അല്ലാഹ് സയ്യിദന്മാരുടെ നേതൃത്വത്തിൽ ദുആ. അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്തു, വയുനസ്സിലു അലൈക്കും മിനസ് സമാഇ മാആ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, മുത്ത റസൂൽ പറഞ്ഞാൽ ആകാശം മഴ തരൂലേ, ആകാശം മഴ തരൂലേ. ആരംഭ റസൂല് പറഞ്ഞാൽ എന്താണ് ലോകത്ത് കിട്ടാത്തത്? അതുകൊണ്ടല്ലേ റബീഉൽ അവ്വലിന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, സ്വലാത്ത് ഒരുപാട് ചൊല്ലിയിട്ട് മദീനയിലേക്ക് മനസ്സിനെ പറഞ്ഞു വിട്ടോ. അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്തപ്പോൾ ഖുർആൻ പറയുന്നു, വയുനസ്സിലു അലൈക്കും മിനസ് സമാഇ മാആ. ആകാശത്തിൽ നിന്ന് അല്ലാഹു പടച്ചതമ്പുരാ മഴ പെയ്യിപ്പിച്ചു കൊടുത്തു. മഴ പെയ്യാൻ തുടങ്ങി. എല്ലാവർക്കും വലിയ സന്തോഷമായി. കുറെ സഹാബികൾ വന്നിട്ട്, മഴയല്ലേ, അത് നിന്ന് പോയാ പിന്നെ വെള്ളം കിട്ടൂലല്ലോ, നിന്ന് പോയാ പിന്നെ വെള്ളം കിട്ടൂലല്ലോ. കുറെ സഹാബികൾ വന്ന് ആ മഴ വെള്ളത്തെ ഇങ്ങനെ തടഞ്ഞു വെക്കുകയാണ്. ഒരു ടാങ്ക് പോലെ, ഒരു ഹൗസ് പോലെ കെട്ടിയിട്ട് ഇങ്ങനെ തടഞ്ഞു വെക്കുകയാണ്. ആ സമയത്തതാ മുഹമ്മദ് കെട്ടിയിരിക്കുന്ന ഹൗസ് പൊളിക്കാൻ വേണ്ടിയിട്ട് അതിൽ നിന്ന് വെള്ളം കുടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ശത്രുക്കളുടെ ഭാഗത്തിരുന്ന് ഒരാൾ കടന്നു വരികയാണ്. ആരാണതെന്നറിയുമോ? ഇസ്ലാമിന്റെ ശത്രുക്കളുടെ ഭാഗത്തു നിന്ന് അതാ മഴ പെയ്തപ്പോ മുഹമ്മദും അനുയായികളും വെള്ളം ഇങ്ങനെ കെട്ടിവെക്കുകയാണ്. ആ ഹൗദ് പൊളിക്കണം, അതിൽ നിന്ന് വെള്ളം ഞാൻ കുടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഹക്കീം ഇബ്നു ഹുസാം എന്ന് പറയുന്ന ഇസ്ലാമിന്റെ ശത്രുക്കൾപ്പെട്ട ഒരാൾ കടന്നു വരികയാ. ഹക്കീം ഇബ്നു ഹുസാം കടന്നു വരികയാ. ഇസ്ലാമിന്റെ ശത്രുക്കളുടെ ഭാഗത്തിരുന്ന് ആ ഹൗദ് പൊളിച്ച് വെള്ളം കുടിക്കാർ കടന്നു വരുമ്പോ സഹാബികൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് വാള് വലിച്ചു ഊരുകയാണ്. നബിതങ്ങൾ ചോദിച്ചു, എന്തിനാ വാള്, എന്തിനാണ് വാള്? സഹാബികൾ പറഞ്ഞു, നബിയേ, നബിയേ, ഹക്കീം ഇബ്നു ഹുസാമില്ലേ, ഹക്കീം ഇബ്നു ഹുസാമില്ലേ, അവന്റെ തലവെട്ടണം നബിയേ. ഇത്ര കഷ്ടപ്പെട്ടുകൊണ്ട് തങ്ങൾ ദുആ ചെയ്തിട്ട് കിട്ടിയ മഴയല്ലേ, ആ മഴയൊക്കെ തടഞ്ഞു വെച്ച ഹൗദല്ലേ, അത് പൊളിക്കാൻ വരുന്നവന്റെ തലവെട്ടുമെന്ന് പറഞ്ഞ് വാളൂരിയപ്പോ ആരംഭ റസൂല് പറഞ്ഞു, വേണ്ട, ഹക്കീമിനെ ഒന്നും ചെയ്യല്ലേ, ഹക്കീമിനെ ഒന്നും ചെയ്യല്ലേ. സഹാബികൾ പറഞ്ഞു, എന്തേ നബിയെ ഇങ്ങനെ പറയുന്നത്? യുദ്ധം പ്രഖ്യാപിച്ചില്ലേ, എന്തായാലും യവന്മാരെയൊക്കെ കൊല്ലണ്ടേ, പിന്നെ ഇങ്ങോട്ട് വന്ന് വെള്ളം കുടിക്കാൻ വരുമ്പോ അടിക്കണ്ടെന്ന് പറയാൻ നബിയെ എന്താ കാരണമെന്ന് ചോദിക്കുമ്പോ മുത്തറസൂലിന്റെ കണ്ണ് നിറയുകയാണ്. അള്ളാന്റെ ഹബീബിന്റെ സ്നേഹം മനസ്സിലാക്കാൻ എന്റെ പ്രിയമുള്ള മുസ്ലിങ്ങളെ നിങ്ങൾക്ക് എന്തുകൊണ്ട് കഴിയുന്നില്ല? എന്തുകൊണ്ട് കഴിയുന്നില്ല? സഹോദരിമാരെ, സ്വലാത്ത് ചെല്ലണം, ലക്ഷക്കണക്കിന് സ്വലാത്ത് ചെല്ലണം, ബൈത്തുകൾ ഓതണം, മദ്ഹുകൾ പാടണം. അള്ളാന്റെ ഹബീബിന്റെ സ്നേഹം തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ നിങ്ങളെ എന്തിനു കൊള്ളാം? മുത്തറസൂല് പറയുന്നു, ഹക്കീം ഇബ്നു ഹുസാമിനെ അടിക്കല്ലേ. എന്തേ കാരണമെന്നറിയോ? പ്രബോധനത്തിന്റെ കവാടങ്ങൾ കടന്നുകൊണ്ട് ഞാൻ കടന്നു വരുമ്പോ, ദാഹിച്ചവശനായിരിക്കുമ്പോ എനിക്ക് വെള്ളം തന്നവനാണ്, എനിക്ക് ഭക്ഷണം തന്നവനാണ്. അതുകൊണ്ട് ഹക്കീമിനെ ഒന്നും ചെയ്യണ്ട, എന്റെ ഹൗദിൽ നിന്നവൻ കുടിച്ചിട്ട് പോകട്ടെ. ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. അല്ലാഹുവിന്റെ റസൂല് നിങ്ങൾക്കൊരു സങ്കടമുണ്ടായാൽ കൂടെ കരയുന്ന, നിങ്ങൾക്കൊരു വിഷമമുണ്ടെങ്കിൽ എന്റെ നീലേശ്വരത്ത് വന്ന പെണ്ണെ, നിന്റെ മനസ്സൊന്ന് വിമ്മി പൊട്ടിപ്പോയ കൂടെ പൊട്ടുന്ന ഒരേ ഒരു മനസ്സ് മദീനയുടെ നായകനെ നബി മുഹമ്മദ് മുസ്തഫ. നിന്റെ മനസ്സിലൊരു ചെറിയ സങ്കടം വന്നാൽ നിന്നോടൊപ്പം സങ്കടപ്പെടുന്ന നായകനെ നബി മുഹമ്മദ് മുസ്തഫ. മാറ്റുവെങ്ങളെ, മനോമകരത്തിന്റെ ഉള്ളറയിൽ വെച്ചിരിക്കുന്ന എല്ലാ സിനിമാ നടന്മാര്, നടികള്, സീരിയൽ നടികള് ഒക്കെ വലിച്ചെറിയുക. എന്നിട്ട് ആരംഭ റസൂലിനെ മനസ്സിലേക്ക് കൊണ്ടുവരിക, ആരംഭ റസൂലിനെ മനസ്സിലേക്ക് കൊണ്ടുവരിക. അള്ളാഹു ഭാഗ്യം തരട്ടെ, അള്ളാഹു ഭാഗ്യം തരട്ടെ. ഹക്കീം ഇബ്നു ഹുസാമിനെ ഒന്നും ചെയ്യണ്ട. ആ സമയത്ത് ഹക്കീം ഇബ്നു ഹുസാം പറഞ്ഞു, പിന്നെ
നിങ്ങളുടെ അനുവാദത്തോടു കൂടി വെള്ളം കുടിക്കാൻ ഞാൻ മടയനല്ലേ? ധൈര്യമുള്ള ഉമ്മാന്റെ മുലപ്പാൽ കുടിച്ചിട്ടുണ്ടെങ്കിൽ തടയടാ, ഞാൻ വെള്ളം ഹൗദ് പൊളിച്ചിട്ട് കുടിക്കാൻ പോവാ. ശത്രുക്കളുടെ പക്ഷത്ത് നിന്ന് അഹങ്കാരം തീരൂലല്ലോ, അഹങ്കാരം തീരൂലല്ലോ. ഹംസ റളിയല്ലാഹു തആല ഒരു രംഗത്ത് വന്നു. മഹാനായ ഹംസ റളിയല്ലാഹു തആല ഒരു രംഗത്ത് വന്ന് അല്ലാഹുവിന്റെ ഹബീബിന്റെ മുമ്പിൽ ഈ വൃത്തികെട്ടവൻ കിടന്ന് ജാള്യത കാണിക്കുന്നത് കണ്ട് സഹിക്കാനാവാതെ ഹംസ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അനപോലസദുൽ ഇലാഹി. ഹംസ ചാടിയെടുത്തുടൻ അരടാ ശുചതുള്ളവോനി ഹൗദിൽ നിന്ന് കുടിപ്പവൻ ഞാൻ. മുറ്റൊരു വമ്പനുണ്ടെങ്കിൽ കണ്ടിടട്ടെ കുടിക്കുവാൻ, ഞാനിരിക്കവെ ജിന്നു മിൻസിലു ഞാൻ വിധിച്ചതിരില്ല പോൽ. മഹാനായ ഹംസ റളിയല്ലാഹു അൻഹു പറയുന്നു, വരണാ, ആരാ വരുന്നത്? ഞാൻ ജീവനോടെയുള്ളപ്പോ ഇസ്ലാമിന്റെ ശത്രുക്കളെ നിങ്ങളല്ല, ജിന്നു പോലും ഇതിൽ നിന്ന് വെള്ളം കുടിക്കൂലോ. മഹാനായ ഹംസത്തുൽ കർറാർ റളിയല്ലാഹു. ഞാൻ ജീവനോടെയുള്ളപ്പോ മനുഷ്യൻ കുടിക്കുന്ന പോയിട്ട് ജീവനോടെയുള്ളപ്പോ ജിന്നു പോലും ഇതിൽ നിന്നൊരു തുള്ളി വെള്ളം കുടിക്കൂല. പിന്നല്ലേ നിങ്ങൾ? എന്തൊരു പവറാ! ചിന്തിച്ചു നോക്കി. ഉഹദിന്റെ മണ്ണിൽ പോയി നിൽക്കുമ്പോ ഈ പവർ മനസ്സിലേക്ക് വരണം. ഈ മനുഷ്യനാ കിടക്കുന്നത് തോന്നണം. ഹംസ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ധൈര്യമുള്ളെങ്കിൽ വാടാ, ഞാനിരിക്കവെ ജിന്നു മിൻസിലും ഞാൻ വിധിച്ചതിരില്ല പോൽ. ആരാ വരുന്നത്? ജിന്നു വന്നാലും ഞാൻ അനുവദിക്കൂലോ. എന്റെ ആരംഭ റസൂലിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന ഹൗദിൽ നിന്ന് വെള്ളം കുടിക്കാ ജിന്നു പോലും വന്നാ ഞാൻ അനുവദിക്കൂല എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ ഹംസ റളിയല്ലാഹു അൻഹു വന്നപ്പോ അതാ കുതിരപ്പുറത്ത് കയറിയിട്ട് ഒരാൾ കടന്നു വരികയാ. ശത്രുക്കളുടെ ഭാഗത്തിലും ആരാന്നറിയോ? ആരാന്നറിയോ? അസ്വദാണ്. അസ്വദ് വെല്ലുവിളി സ്വീകരിച്ചുകൊണ്ട് അസ്വദ് വരികയാ. ഹംസ, ആൺകുട്ടികൾ ഇസ്ലാമിന്റെ ശത്രുക്കളുടെ പക്ഷത്തുണ്ടടാ എന്ന് പറഞ്ഞുകൊണ്ട് അസ്വദ് വരികയാണ്. സുബ്ഹാനല്ലാഹ്, ചരിത്രം അത്ഭുതത്തോടെ നോക്കി നിന്ന് പോലെ മുഹൂർത്തമാണ്. അസ്വദ് കടന്നു വരുമ്പോ ഇസ്ലാമിന്റെ വീറിട്ട സിംഹമാകുന്ന മുത്ത് റസൂലിന്റെ വാരിയല്ലുകൾ കൊണ്ട് മൂടപ്പെട്ട ഹൃദയത്തിന്റെ അകത്ത് കൊണ്ട് നടക്കുന്ന മഹാനായ ഹംസത്തുൽ കർറാർ. അറേബ്യൻ മണ്ണിന്നവരെ കണ്ടിട്ടില്ലാത്ത ഏറ്റവും വലിയ അഭ്യസ്ത വിദ്യനായ മഹാനായ ഹംസ റളിയല്ലാഹു അൻഹു അസ്വദും തമ്മിലെ പോരാട്ടം നടക്കുകയാ. ചില ചില ശബ്ദം കേട്ടുകൊണ്ട് ജനങ്ങളെ കലപുരപ്പെടുകയാ. ആദ്യം നടക്കുന്ന ചുവടുവെപ്പ മഹാനായ ഹംസ റളിയല്ലാഹു അൻഹു അസ്വദിനെ വെട്ടിയരിയുകയോ, ബദറിന്റെ മണ്ണിൽ അസ്വദിനെ വെട്ടിയരിയുകയാണ്. സുബ്ഹാനല്ലാഹ്, അങ്ങനെ എത്ര ആളുകളെയോ മഹാനായ ഹംസ റളിയല്ലാഹു അൻഹു വെട്ടിയെറിഞ്ഞത്. ഇസ്ലാമിന്റെ ശത്രുക്കൾ ആവേശത്തോടെ മുമ്പോട്ട് വരുമ്പോ ഇടത്തും വലത്തും മാറി ഹംസ റളിയല്ലാഹു അൻഹു കൈവീശുമ്പോ ആയിരക്കണക്കിന് ശത്രുക്കളുടെ ശിരസറ്റ് പോലെ കബന്ധങ്ങൾ യുദ്ധത്തിന്റെ മണ്ണിൽ പട്ടി ഉരുട്ടാൻ കഴിഞ്ഞെന്ന ചരിത്രം പറയുമ്പോ ബദർ പിന്നെ വല്ലാത്ത അത്ഭുതമല്ലേ? ബദർ പിന്നെ വല്ലാത്ത അത്ഭുതമല്ലേ? ഖുർആൻ പറയുന്നതെന്താ? വലഖദ് നസറകുമുല്ലാഹു ബിബദരിൻ അൻതും അതില്ല. ഒന്നിനും കഴിവില്ലാതെ തുരുമ്പിച്ച വാള് പൊട്ടിയ വയറുമായി നിന്ന പാവപ്പെട്ട ബദറിന്റെ മക്കളെ അല്ലാഹു മലക്കുകളെ ഇറക്കി സഹായിച്ചെന്ന് പറയുമ്പോ എന്റെ കാഞ്ഞങ്ങാട് വന്ന ഇസ്ലാമിന്റെ യുവത്വമേ, ഫേസ്ബുക്കിലൂടെ അവരെങ്ങനെ പറഞ്ഞു, വാട്സപ്പിലൂടെ ഇവനിങ്ങനെ പറഞ്ഞ് ഞങ്ങളുടെ മതത്തെ കുറിച്ച് ആശങ്ക വേണ്ട ചെറുപ്പക്കാരോ, കാഞ്ഞങ്ങാടുള്ള ഹൈന്ദവ സഹോദരങ്ങളോട് പറയുക, എന്റെ മുത്ത് ഹബീബിനെ കുറിച്ച് നിങ്ങളൊന്ന് തുറന്ന മനസ്സോടെ പഠിക്കുക. എന്റെ ദീനിനെ കുറിച്ച് നിങ്ങളൊന്ന് തുറന്ന മനസ്സോടെ പഠിക്കുക. പാവപ്പെട്ടവന്റെ പട്ടിണി മാറ്റിക്കൊടുക്കാൻ, അനാഥ മക്കളുടെ കണ്ണീരൊപ്പാൻ, സാധുക്കളുടെ മിഴിനീരൊപ്പാൻ, കിടക്കാണമില്ലാത്തവന് കിടക്കാണം കൊടുക്കാൻ, ലോകത്തിന്റെ നാനാഭാഗത്ത് സാഹോദര്യത്തിന്റെ വെള്ളരി പ്രാവുകളെ പറപ്പിക്കാനും വേണ്ടിയിട്ട് ആദർശശുദ്ധിയോടെ ഇസ്ലാം മുമ്പോട്ട് വെക്കുന്ന താല്പര്യങ്ങളെ മറന്നു വെക്കാ. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് കഴിയില്ല. പാണക്കാട് കുടുംബത്തിലേക്ക് ചൊവ്വാഴ്ച ദിവസം കടന്നു ചെല്ലുന്നതാരൊക്കെയാ? മുസ്ലിങ്ങൾ മാത്രമല്ല, ഈ നാട്ടിലെ രാജ്യത്തെ പാവപ്പെട്ട ഹൈന്ദവരും ക്രൈസ്തവരും ഒക്കെ ചെല്ലുകയാ. നിങ്ങൾക്ക് വീടില്ല തങ്ങളെ, എന്റെ മോൾക്ക് മക്കളില്ല തങ്ങളെ, എന്റെ ഭർത്താവിന് കിടക്കാണമില്ല തങ്ങളെ, എന്റെ അച്ഛന് ക്യാൻസറാണ് തങ്ങളെ എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുമ്പോ ഈ അടുത്ത് പോലും ഞാൻ കണ്ടുപോയതാണ്. കാഞ്ഞങ്ങാട് വന്ന ഹൈന്ദവ സഹോദരങ്ങള്, നിങ്ങൾ കുത്തിയിരിക്കുന്ന ബാഴ്ച നിങ്ങൾക്ക്
നിങ്ങൾക്ക് നിഷിദ്ധമല്ല, ഈ സ്ഥാപനം നിങ്ങൾക്ക് നിഷിദ്ധമല്ല. നെഞ്ചോട് ചേർത്ത് വെക്കുക. ഈ അടുത്ത സമയത്ത് പോലും ഞാൻ കണ്ടതാണ്, അച്ഛനും അമ്മയും തമ്മിൽ വഴക്ക് കൂടി കിടക്കാടമില്ലാതെ തമ്മിലടിച്ച് ദേഷ്യം വന്നപ്പോ തിളച്ചു മറിയുന്ന എണ്ണയെടുത്ത് പൊന്നുമോളുടെ ശരീരത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാ. തിളച്ചു മറിയുന്ന എണ്ണ മോളുടെ ശരീരത്തിൽ ഒഴിച്ചു. ശരീരത്തിന്റെ പകുതിയോളം വെന്തുപോയി. കിടക്കാടമില്ലാത്തത് കൊണ്ട് അമ്മയും അച്ഛനും തമ്മിൽ തല്ലി. അതിന് ശരീരം വെന്തത് പൊന്നുമോൾ. ആ പൊന്നുമോളുടെ വാരിയെടുത്തുകൊണ്ട് കവളത്ത് മുത്തം കൊടുത്തുകൊണ്ട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു അത്രേ, ഈ പൊന്നുമോൾക്ക് വേണ്ടി ഒരു ബൈത്തുർ റഹ്മ ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. കണ്ടോ, മുസ്ലിമാണോ? സ്കാരമുള്ളവരാണോ? അഹ്ലുബൈത്തിൽപ്പെട്ടവരാണോ? അല്ല. ഹൈന്ദവ മതത്തിൽ ഒരു പാവപ്പെട്ട കുഞ്ഞ് തള്ളയും തന്തയും വീടില്ലാത്തതിന്റെ പേരിൽ തമ്മിലടിക്കുമ്പോൾ സങ്കടവും നൊമ്പരവും കൊണ്ട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ആ വാഗ്ദാനം ചെയ്യുമ്പോൾ അത് മനസ്സിലാക്കണം എൻ്റെ കാഞ്ഞങ്ങാടുള്ള സഹോദരങ്ങൾ, അത് മനസ്സിലാക്കണം എൻ്റെ നീലേശ്വരത്തുള്ളവർ, അത് തിരിച്ചറിയണം എൻ്റെ കാസർഗോഡുള്ള സഹോദരങ്ങൾ. അല്ലാതെ എന്തെങ്കിലും കേൾക്കുമ്പോൾ ചാടി എഴുന്നേറ്റ് കേരളത്തിന്റെ തനതായ മൂല്യത്തെ നശിപ്പിക്കാൻ നിങ്ങൾ രംഗത്ത് വരരുത്. മുത്തറസൂൽ ബദറിന്റെ തലേ ദിവസം ഇസ്ലാമിന്റെ മക്കളെ വിളിച്ചുകൊണ്ട് ഇങ്ങനെ നടന്നു പോവുകയാണ്. അമൃതക്കരീമോളി സമർദ്ദപ്പാരകയും അങ്കാര കൈതണ്ട് അങ്കുലത്താൽ ഭുവനിയിൽ അടിമോടി തോണി കാട്ടിനാരേ. മറക്കണ്ട കാസർഗോഡ് ജില്ലക്കാരാ, എത്രയോ ഉപ്പമാരിപ്പ മുമ്പിൽ നിന്ന് ഇങ്ങനെ തലകുലുക്കുന്നുണ്ട് ഉസ്താദേ. ഇതൊക്കെ ഞങ്ങൾ കേട്ടിട്ട് എത്ര കാലമായി ഉസ്താദേ. മറക്കാൻ പറ്റുമോ? ബദർ നമുക്ക് മറക്കാൻ പറ്റുമോ? അല്ലാഹുവിന്റെ റസൂൽ സുജൂദിൽ കിടന്ന് പൊട്ടിക്കരഞ്ഞത് നമുക്ക് വേണ്ടിയല്ലേ? ഇസ്ലാമിന്റെ യുവത്വമേ, ലോകത്ത് പെണ്ണിന്റെ പുഞ്ചിരിക്ക് വേണ്ടി ചുംബനത്തിന് വേണ്ടിയിട്ട് കൊണ്ട് കളയാനുള്ളതല്ലടോ നിന്റെ ആദർശം, നിന്റെ ആരോഗ്യമെന്ന് നീ മറന്നു പോകണ്ട ചെറുപ്പക്കാരാ. കള്ളു കുടിച്ച് തീരാനുള്ളതല്ല, പെണ്ണ് പിടിച്ച് തീരാനുള്ളതല്ല. സുജൂദിൽ കിടന്ന് ആരംഭ റസൂലൊക്കെ കരഞ്ഞത് നമുക്ക് വേണ്ടിയല്ലേ? എന്നിട്ട് വിളിച്ചുകൊണ്ട് പോവാണ്, കാണിച്ചു തരാം വാ. സഹാബികൾക്കറിയില്ല എന്തേ കാണിക്കാൻ പോകുന്നത്. അമൃതക്കരീമോളി സമർദ്ദപ്പാരകയും അങ്കാര കൈതണ്ട് അങ്കുലത്താൽ ഭുവനിയിൽ അടിമോടി തോണി കാട്ടിനാരേ. ആരംഭ റസൂലിന്റെ മനോഹരമായ കൈത്തണ്ട് ചൂട്ടിയിട്ട് മുത്തറസൂല് പറയുകയാണ്, ഇവിടെയാണ് ഉത്തുബപ്പ് നാളെ പിടഞ്ഞു വീടുന്നത്, ഇവിടെയാണ് ശൈബത്ത് നാളെ പിടഞ്ഞു വീടുന്നത്. സഹാബികൾ പറഞ്ഞു, യാ ഹബീബല്ലാഹ്, നടക്കാൻ പോകുന്നേ ഉള്ളൂ, നാളെയാണ് യുദ്ധം. മുത്തറസൂല് പറയുന്നു, ഇവിടെയാണ് ഉത്തുബത്ത് വീഴുന്നത്, ഇവിടെയാണ് ശൈബത്ത് വീഴുന്നത്, ഇവിടെയാണ് ഇസ്ലാമിന്റെ ശത്രുക്കൾ അവരുടെ തലഞ്ഞിട്ടറ്റ് വീഴുന്നത്. ഇത് പറയുമ്പോ സഹാബികളുടെ കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകയോ. അവസാനം അൽഹംദുലില്ലാഹ് ബദർ യുദ്ധം നടക്കുകയാണ്. മറക്കല്ലേ, റമദാൻ 17 ചോറ് കഴിക്കാൻ വേണ്ടി മാത്രമല്ല ബദരീങ്ങളെന്ന് പറയുന്നത്. നിന്റെ രക്തത്തിലൂടെ ഓടട്ടെ, നിന്റെ രക്തത്തിലൂടെ ഓടട്ടെ. കണ്ണിനും കഞ്ചാവിനും പെണ്ണിനും വേണ്ടിയിട്ട് ആരോഗ്യം നശിപ്പിക്കുമ്പോ വിശപ്പടക്കാൻ നിവർത്തിയില്ലാതെ പട്ടിണി പാവങ്ങളാറ് ഇസ്ലാമിന്റെ മക്കള് പകൽ സമയത്ത് മുഴുവൻ നോമ്പ് പിടിച്ച് അല്ലാഹുവേ തളർന്ന് ക്ഷീണിച്ചുകൊണ്ട് ആരംഭ റസൂലിന്റെ മുമ്പിൽ വന്ന് നിന്ന് പോലെ ആ ബദറിന്റെ രണാകടത്തെ മറക്കല്ലേ. എന്റെ കാഞ്ഞങ്ങാട് വന്നവരെ മറക്കല്ലേ. അവർക്ക് അല്ലാഹു അത്ഭുതം കൊടുത്തില്ലേ, അവർക്ക് അല്ലാഹു അത്ഭുതം കൊടുത്തില്ലേ. ആ ബദരീങ്ങളുടെ ലോകത്ത് ഏറ്റവും വലിയ അത്ഭുതമെന്നോ, ബദരീങ്ങളുടെ പേരിൽ ആരെങ്കിലും ഫാത്തിഹ നിരന്തരം ഓതിയാൽ അവരുടെ അപാരമായ സഹാരം ആ മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്നതാണ്. അവരുടെ അപാരമായ സഹായം ആ മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്നതാണ്. അതിന് ഏറ്റവും മനോഹരമായ ഒരു മാർഗം ഞാൻ പറഞ്ഞു തരാം. ബദർ തീർന്ന് ഉഹുദ് തുടങ്ങാൻ പോവാണ്. അവിടെയല്ലേ ഹംസ റളിയല്ലാഹു അൻഹു സമാധിക്കുന്നത് അവിടെയാണ്. അത് പറയാൻ കഴിയുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അത്രയ്ക്ക് ഇഷ്ടമാണ് ഹംസ റളിയല്ലാഹു അൻഹു, അത്രയ്ക്ക് സ്നേഹമാണ്. നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്നവരെ അവരുടെ വഫാത്ത് പറയാൻ ചിലപ്പോൾ നമുക്ക് കഴിഞ്ഞെന്ന് വരില്ല. മുത്തറസൂലിന്റെ വസിയത്തും വഫാത്ത് നിങ്ങൾ കേട്ടില്ലേ? അതിൽ വഫാത്ത് വളരെ കുറച്ചേ ഉള്ളൂ, അങ്ങനെ പറയാൻ എന്നെ കൊണ്ട് കഴിയൂല. ഒരുപാട് ഉസ്താദുമാരെ വിളിച്ചു പറഞ്ഞു, മോനൊന്നുകൂടിയിട്ട് ആ വഫാത്തിനെ ഒന്ന് ആദ്യം മുതൽ അവസാനം വരെ മാത്രം ഒരു കാസറ്റാക്കി പറയണം. ആഗ്രഹമുണ്ട്, പക്ഷെ പറയാൻ പറ്റും തോന്നുന്നില്ല.
ഉഹുദിലെ ഹംസ റളിയല്ലാഹുവിന്റെ വഫാത്ത് പറയാൻ പോവാ. പക്ഷെ ഒരു മാർഗം നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങളുടെ ജീവിതത്തിലെ വലിയ രോഗങ്ങൾക്ക് ഒരു മരുന്ന് പറഞ്ഞു തരാം. നിങ്ങളുടെ ജീവിതത്തിലെ വലിയ സങ്കടങ്ങൾക്ക് ഒരു വലിയ മരുന്ന് ഇൻഷാ അല്ലാഹ് പറഞ്ഞു തരാം. ഉഹുദ് ബദർ യുദ്ധത്തിന്റെ പരാജയം ശത്രുക്കളെ വല്ലാതെ ബേജാറിലാക്കി. സങ്കടം സഹിക്കാൻ വയ്യ. എത്ര ആളുകളാ പോയത്? എല്ലാവരും പോയി. ശത്രുക്കളുടെ തലതൊട്ടപ്പന്മാര് പലരും മറിഞ്ഞു വീണപ്പോ അബൂ സുഫിയാൻ മാത്രമായി തലകുനിച്ചു. സങ്കടത്തോടെ തിരിച്ചു വരികയാണ്. ഒരു രക്ഷയുമില്ലല്ലോ. ഇസ്ലാമിന്റെ കൊടി അങ്ങോട്ട് പാറിക്കളിച്ചപ്പോ ആകെ പ്രയാസവും നൊമ്പരവും വന്നുപോയി. സങ്കടം വന്നു. അടുത്ത യുദ്ധത്തിന്റെ സമയമായി. മുസ്ലിങ്ങളെ പൂർണ്ണമായി കൊന്നൊടുക്കണം. ശത്രുക്കൾ തന്നെ വീണ്ടും അതിനുവേണ്ടി രംഗത്ത് വന്നു. മഹാനായ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചെറുത്തു തോൽപ്പിക്കാൻ ശത്രുക്കൾ തീരുമാനിച്ചു. ഉഹുദ് യുദ്ധത്തിൽ ശത്രുക്കൾക്ക് രണ്ട് ലക്ഷ്യമേ ഉള്ളൂ പ്രധാനപ്പെട്ടത്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊന്നു കളയുക. രണ്ട്, ഹംസ റളിയല്ലാഹു തആല അൻഹുവിനെ കൊല്ലുക. അപ്പോ ശത്രുക്കൾ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊല്ലാൻ അത്ര വലിയ ആലോചനയൊന്നും വേണ്ട. യുദ്ധത്തിനിടയിലൂടെ ഇരച്ചു കയറി ചെന്ന മുഹമ്മദിനെ കൊല്ലാം. പക്ഷെ ഹംസയെ കൊല്ലാനാണ് പാട്. വലിയ പ്രയാസമാണ്. എത്ര കൊലകൊമ്പന്മാര് വന്നാലും ഹംസ റളിയല്ലാഹു അൻഹു അടിച്ചു തറപറ്റിക്കും. അതുകൊണ്ട് ഹംസയെ കൊല്ലാനാണ് പ്രയാസം. അവസാനം ശത്രുക്കൾ എല്ലാവരും കൂടി തീരുമാനിച്ചു, ജുബൈർ എന്ന് പറയുന്ന മനുഷ്യൻ ഒരു അടിമയുണ്ട്, കറുത്തവനാണ്. പക്ഷേ ആ അടിമക്ക് ഈ ചാട്ടുളി വീരനാണ്. ആ അടിമ വഹ്ശി എന്നാണ് പേര്. ജുബൈറിന്റെ അടിമയാണ്. ആ അടിമയുടെ ഏറ്റവും വലിയ കഴിവ് ചാട്ടുളി പ്രയോഗമാണ്. കയ്യിൽ വെച്ചുകൊണ്ട് ചാട്ടുളി കൊണ്ട് വലിച്ചെറിഞ്ഞാൽ എത്ര ദൂരത്ത് ആര് നിന്നാലും ഉദ്ദേശിക്കുന്ന കറക്റ്റ് സ്ഥലത്ത് അത് ചെന്നു പതിക്കും. അത് വഹ്ശി എന്ന ജുബൈറിന്റെ അടിമയുടെ മാത്രം കഴിവാണ്. അതുകൊണ്ട് നിങ്ങൾ ചെന്നിട്ട് ആ വഹ്ശിയോട് സംസാരിച്ചാൽ ചിലപ്പോൾ നടക്കാൻ സാധ്യതയുണ്ട്. വഹ്ശി അടിമയാണ്. വഹ്ശിക്ക് നല്ല കഴിവാണ്. അതുകൊണ്ട് ആ വഹ്ശിയെ ഏൽപ്പിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ വഹ്ശിയുടെ അരികിലേക്ക് ചെന്നപ്പോൾ വഹ്ശി ഒരു നിബന്ധന വെച്ചു. ഞാൻ നിങ്ങൾ പറയുന്ന ഹംസയെ കൊല്ലാം, പക്ഷേ എന്നെ അടിമത്വത്തിൽ നിന്ന് മോചിപ്പിക്കണം. ഞാൻ കുറെ കാലം കൊണ്ട് അടിമയാണ്. ജീവിതത്തിന്റെ സുഖം എനിക്കറിയില്ല. നിങ്ങൾ പറയുന്നതൊക്കെ വേണമെങ്കിൽ ഞാൻ ചെയ്യാം. പക്ഷേ എനിക്ക് പൊന്നും പണമൊന്നും കിട്ടിയിട്ട് കാര്യമില്ല. എന്നെ സ്വതന്ത്രനാക്കണം. എനിക്കും ജീവിക്കണം ഒരു മനുഷ്യനെ പോലെ. എത്ര കൊല്ലമാണ് ഇങ്ങനെ ചങ്ങലക്കിട്ട് ഞാൻ ഇങ്ങനെ കിടക്കുക. അങ്ങനെ അവരത് ആലോചിച്ചു. ഉത്തുമത്തിന്റെ മകൾ ഹിന്ദിന്റെ മുമ്പിലേക്ക് ചെന്നു. ഹിന്ദെന്ന് പറഞ്ഞാൽ പ്രതികാരദാഹിയായി ഉറഞ്ഞു തുള്ളിക്കൊണ്ടിരിക്കുകയാ. എങ്ങനെയെങ്കിലും എന്റെ കുടുംബക്കാരെ മുഴുവനും കൊന്ന് വലിച്ചെറിഞ്ഞ ബദറിന്റെ യുദ്ധത്തിനോട് പ്രതികാരം ചെയ്യാൻ മുഹമ്മദിന്റെ അനുചരന്മാരിൽ ഒരവസരം കിട്ടാൻ കാത്തിരിക്കുന്ന ഹിന്ദ് എന്ന് പറയുന്ന പെണ്ണിന്റെ മുന്നിലേക്ക് വാർത്ത എത്തിയപ്പോൾ തന്റെ ഉപ്പയെ, തന്റെ സഹോദരനെ, തന്റെ കുടുംബത്തിൽപ്പെട്ട മുഴുവൻ ആളുകളെ കൊന്നൊടുക്കിയ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ഹംസയെയും മുഹമ്മദിനെയും കൊല്ലണമെന്ന് ഹിന്ദിനും താല്പര്യമാണ്. ഹിന്ദു പറഞ്ഞു, വഹ്ശിയെ വിളിക്കുക. ഹിന്ദവിടത്തെ വലിയ രാജകുമാരിയാ. വെറുതെ ഒരു സ്വർണ്ണമാല ഇട്ട പെണ്ണല്ല. ഹിന്ദിന്റെ കഴുത്തിലൊന്ന് കിടന്നിരുന്ന കണ്ടാഭരണം ലോകത്തൊരു പെണ്ണിനുമില്ല. അത്രത്തോളം വിലപിടിപ്പുള്ളതാണ്. അങ്ങനെ ഹിന്ദു വഹ്ശിയെ വിളിച്ചു. നീ ഹംസയെ കൊന്നാൽ, അമ്മി മുഹമ്മദിൻ, മുഹമ്മദിന്റെ കൊച്ചാപ്പയായ ഹംസയെ നീ കൊന്നാൽ, എടാ വഹ്ശി, നീ സ്വതന്ത്രനാണ്. വഹ്ശി, നീ സ്വതന്ത്രനാണ്. മുഹമ്മദിന്റെ കൊച്ചാപ്പയായ ഹംസയെ നീ കൊന്നാൽ നീ സ്വതന്ത്രനാണ്. വഹ്ശിക്ക് വല്ലാത്ത സന്തോഷമായി. എന്നിട്ട് എല്ലാവരും പോയപ്പോ ഹിന്ദു വഹ്ശിയെ വിളിച്ചിട്ട് പറഞ്ഞു, ഉറപ്പായി നീ കൊല്ലുമോ? വഹ്ശി പറഞ്ഞു, ഉറപ്പായിട്ട് ഞാൻ കൊല്ലും. ആ സമയത്ത് വഹ്ശി ഹിന്ദിനോട് ചോദിച്ചു, പെണ്ണേ, നിങ്ങൾക്ക് എന്തേ ഹംസയെ കൊല്ലാൻ ഇത്ര താല്പര്യം? ആ സമയത്ത് ഹിന്ദു പറഞ്ഞു, ബദർ കഴിഞ്ഞപ്പോൾ എന്റെ മുമ്പിൽ വന്ന് ജനങ്ങൾ മുഴുവനും പറഞ്ഞത് എന്റെ കുടുംബത്തിലെ ഉത്തുബത്തിന്, എന്റെ കുടുംബത്തിലെ മകനെ, എന്റെ കുടുംബത്തിലെ പിതാവിനെ മുഴുവൻ ആളുകളെയും വെട്ടി അരിഞ്ഞത് ഹംസയാണെന്നാ പറഞ്ഞത്. അതുകൊണ്ട് എനിക്ക് ഹംസയെ കൊന്നു പ്രതികാരം തീർക്കണം. വെറുതെ കൊന്നാ പോരാ.
വഹശി പറഞ്ഞു, പിന്നെ ഹംസയെ കൊന്ന് കഴുത്ത് വെട്ടി നെഞ്ചു വെട്ടി ഹംസയുടെ കരളിലെ ആ കരളിലാണ് മുഹമ്മദ് ഇരിക്കുന്നതെന്നാണ് ലോകം പറയാ. ആ കരളിലാണ് ഇസ്ലാം എന്നാണ് ലോകം പറയാ. ആ കരളെടുത്ത് എൻ്റെ മുമ്പ് നീ കൊണ്ടുവരണം, എൻ്റെ മുമ്പ് നീ കൊണ്ടുവരണം. വഹശി ചോദിച്ചു, അതിന് പകരം നിങ്ങൾ എനിക്ക് എന്ത് തരും? അതിന് പകരം ലോകത്ത് എൻ്റെ കഴുത്തിൽ മാത്രമുള്ള ഈ ആഭരണം നീ കൊന്നിട്ട് വന്നാൽ നിന്റെ കയ്യിലേക്ക് ഞാൻ തരും എന്ന് ഹിന്ദെന്ന് പറയുന്ന പെണ്ണു പറഞ്ഞപ്പോൾ വഹശിയതാ അവിടെ നിന്ന് പടിയിറങ്ങുകയാണ്. ഹിന്ദിന്റെ മുഖത്ത് നോക്കിയിട്ട് പറയുകയാണ്, വഹശി അടിമയാണെങ്കിലും ഒരു ആൺകുട്ടിയാ, വീറുള്ളവനാ, വാശിയുള്ളവനാ, ചങ്കൂറ്റമുള്ളവനാ, തന്റെ ഇടമുള്ളവനാ, വാക്കുപാലിക്കുന്നവനാ. അതുകൊണ്ട് ഞാനിപ്പോ പോവുകയാണ്. ഇനി മടങ്ങി വരുന്നത് എന്റെ വലത്തെ കൈവെള്ളയിൽ ഹംസ എന്ന് പറയുന്ന വീരന്റെ വിജയീശുവിന്റെ കരളും കൊണ്ടല്ലാതെ മടങ്ങി വരൂല എന്ന് പറഞ്ഞിട്ടാണ് വഹശി അവിടെ നിന്ന് പടിയിറങ്ങി പോകുന്നത്. ഉഹുദ് യുദ്ധത്തിന്റെ സമയമായി, ഉഹുദ് യുദ്ധത്തിന്റെ സമയമായി. വല്ലാത്ത ചരിത്രമാണ് ഉഹുദ്. പറഞ്ഞു തീർക്കാൻ ഒരിക്കലും കഴിയൂല, ഒരിക്കലും കഴിയൂല. മക്കത്തും മദീനത്തൊക്കെ പോകുമ്പോ പെങ്ങളെ നിങ്ങളെ കൊണ്ടുപോകുന്ന അമീറുമാര് കാണിച്ചു തരുമല്ലോ, ഇതാണ് സഹാബികളെ മുത്ത് റസൂല് പിടിച്ചു നിർത്തിയിരുന്ന പർവ്വതം, ഇതാണ്, അതാണ് ഉഹുദ് മല. അല്ലാഹുവേ, ആ ഉഹുദിന്റെ ഒരു ഭാഗത്തെ മലയുടെ മുകളിൽ ആരംഭ റസൂല് കുറച്ച് സഹാബികളെ പിടിച്ചു നിർത്തിയിട്ട് പറഞ്ഞു, ഞാൻ പറയാതെ ഇറങ്ങി വരരുത്, നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കുക. യുദ്ധം കൊടുമ്പിരി കൊള്ളുകയാ, യുദ്ധം കൊടുമ്പിരി കൊള്ളുകയാ. ഹംസ റളിയല്ലാഹു അൻഹു എവിടെയെന്നറിയുമോ? സുബ്ഹാനല്ലാഹ്, മനോഹരമായ കിരീടം തലയിൽ വെച്ചിരിക്കുകയാണ്. അറിയുന്നില്ല, അറിയുന്നില്ല തന്റെ ജീവിതത്തിലെ അവസാനത്തെ യുദ്ധമാണെന്ന് അറിയുന്നില്ല. തന്റെ ജീവിതത്തിലെ അവസാനത്തെ വാൽപ്പയറ്റാണെന്ന് അറിയുന്നില്ല. തന്റെ ജീവിതത്തിൽ മുത്തു ഹബീബിന് വേണ്ടി ചെയ്യാൻ പറ്റുന്ന അവസാനത്തെ സമർപ്പണമാണെന്ന് അറിയുന്നില്ല. ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ റൂഹ് ഈ ഉഹുദിന്റെ രണാകണത്തിൽ നഷ്ടപ്പെട്ടു പോകുമെന്ന് അറിയുന്നില്ല. മനോഹരമായ കിരീടം തലയിൽ വെക്കുകയാ. മൂർച്ചയുള്ള ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ വാളുകൊണ്ട് യദ്രിബു അൻ യമീനിഹി വഅൻ ശിമാലി, വലത്തെ ഭാഗത്ത് വെട്ടുകയാ, ഇടത്തെ ഭാഗത്ത് വെട്ടുകയാ. ഹംസ റളിയല്ലാഹു തആല അൻഹുവിന്റെ മുമ്പിൽ വരുന്നവരെ മുഴുവനും വെട്ടുകയാ. വളഅഫ ഖുവതഹു വനസാത, വളഅഫ ഖുവതഹു. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു പറയുന്നത്, ബുഖാരിയിൽ സ്വഹീഹുൽ ബുഖാരിയിൽ പറയുന്ന ഭാഗമാണ്. ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ശക്തി അങ്ങോട്ട് ഇരട്ടിയാവുകയാണ്. ഒരു ഹംസയല്ല, 10 ഹംസയല്ല, ഒരു 100 ഹംസയുടെ ശക്തിയോട് ലാ എന്ന് പറഞ്ഞുകൊണ്ട് ഹംസ റളിയല്ലാഹു അൻഹു മുമ്പിൽ വരുന്നവരെയൊക്കെ വെട്ടുകയാ. വല്ലാത്ത ഉണർവാണ്, ഒരു സഹാബിക്കുമില്ലാത്ത ഉണർവ്, ഒരു പടയാളിക്കുമില്ലാത്ത ഉണർവ്, ഒരു ശഹീദിനുമില്ലാത്ത മുഖകാന്തി. അല്ലാഹുവേ, ആ സമയത്ത് വഹശിയുടെ മനസ്സിൽ ഹിന്ദു പറഞ്ഞ വാക്കുകൾ ഇങ്ങനെ മുഴങ്ങുകയാ. വഹശി, നീ യുദ്ധം നോക്കണ്ട, നീ മുത്ത് റസൂലിനെ നോക്കണ്ട, ആരെയും നീ നോക്കണ്ട. യുദ്ധം ജയിക്കട്ടെ, പരാജയപ്പെടട്ടെ, മുഹമ്മദിനെ കൊല്ലട്ടെ, കൊല്ലാതിരിക്കട്ടെ, നിന്റെ ലക്ഷ്യം ഒരേ ഒരു ലക്ഷ്യമാ, നിന്റെ ഉദ്ദേശം ഒരേ ഒരു ഉദ്ദേശമാ. ഹംസയെ കൊല്ലുക, ഹംസയെ കൊല്ലുക, ഹംസയെ കൊല്ലുക. വഹശിയത ഒരു പാറയുടെ ഭാഗത്ത് വഹശി വന്നിട്ട് ഇങ്ങനെ ഒളിച്ചിരിക്കുകയാണ്. വഹശിയുടെ മനസ്സിൽ ചെറിയ ഒരു ഭയമുണ്ട്. ഹംസ മരിച്ചില്ലെങ്കിലോ ഒരു ചെറിയ ഭയമുണ്ട്. എങ്കിലും വഹശി തന്റെ ചാട്ടുളി തയ്യാറാക്കി വെക്കുകയാ. അങ്ങനെ വഹശി നോക്കുമ്പോഴാ സബാ ഇബ്നു അബ്ദുൽ ഉസൈ എന്ന് പറയുന്ന ഇസ്ലാമിന്റെ ശത്രു, വഹശിക്ക് പരിചയമുള്ളവനാണ്. അബ്ദുൽ ഉസൈ എന്ന് പറയുന്ന ഇസ്ലാമിന്റെ ശത്രു, അവനൊരു വാളുമായിട്ട് ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ പുറകിൽ നിന്നുകൊണ്ട് വെട്ടാനായിട്ട് ഓടി ചെല്ലുമ്പോ വഹശി മനസ്സുകൊണ്ട് ചിന്തിക്കുന്നു, ഞാൻ കൊല്ലുന്നതിന് മുമ്പ് വേറെ ആരെങ്കിലും കൊന്നുകളയുമോ? സബാ ഇബ്നു അബ്ദുൽ ഉസൈ ഒരു വാളുകൊണ്ട് ഹംസയെ വെട്ടാനാരോങ്ങുമ്പോ ഹംസ ഒരു ഗർജിക്കുന്ന സിംഹക്കുട്ടിയെ പോലെ പുറകിൽ നിന്നുകൊണ്ട് ഹംസയെ കുത്തോ, ചങ്കൂറ്റമുള്ളവരെയും മക്കയുടെ മണ്ണിലുണ്ടോ എന്ന് പറഞ്ഞിട്ട് ആ സബാ ഇബ്നു അബ്ദുൽ ഉസൈയുടെ കഴുത്ത്, കൈ, കാല് വെട്ടിക്കെട്ട് ഉഹുദിന്റെ മണ്ണിലേക്ക് വലിച്ചെറിയുമ്പോ പാറക്കെട്ട്
മരച്ചെട്ടുകൾക്കിടയിൽ ഇരുന്നുകൊണ്ട് വഹ്ശിയിതാ കിടുകിടാ വിറയ്ക്കുകയാണ്. ജീവിതത്തിൽ ആദ്യമായി വഹ്ശിയുടെ കൈ വിറയ്ക്കുകയാണ്. കൊല്ലാൻ പറ്റില്ലയോ? ആ വഹ്ശി മനസ്സുകൊണ്ട് ചിന്തിച്ചു പോയി, ഹംസ എന്നെ കാണാറ്, ഹംസ എന്നെ കാണാറ്. അടുപ്പടുപ്പടുപ്പടുപ്പൊന്ന് എത്തിയിരുന്നെങ്കിൽ ഇത്രയും ദൂരപ്പെനിക്ക് എറിയേണ്ട കാര്യമില്ലായിരുന്നു. മനസ്സിന്റെ അകത്ത് ഭയമുള്ളത് കൊണ്ടല്ലേ. ഒന്ന് മുമ്പിലെത്തിയിരുന്നെങ്കിൽ കൊല്ലാമായിരുന്നല്ലോ. പറഞ്ഞു തീരുന്നതിന് മുമ്പ് സുബ്ഹാനല്ലാഹ്, ഹംസ റളിയല്ലാഹു അൻഹു വഹ്ശിയെ കണ്ടില്ല. ഹംസ റളിയല്ലാഹു അൻഹു വഹ്ശിയെ കണ്ടില്ല. ഹംസ റളിയല്ലാഹു അൻഹു മുമ്പിലൂടെ പോകുന്ന ഇസ്ലാമിന്റെ ശത്രുക്കളെ വെട്ടിയെരുന്ന് പുറകിലേക്ക് ഇങ്ങനെ പുലിക്കുട്ടിയെ പോലെ സിംഹക്കുട്ടിയെ പോലെ കടന്നു വരുമ്പോ വഹ്ശിയുടെ മുമ്പിലെത്തി. അല്ലാഹ്, ആകാശം കരയാൻ പോകുന്ന നീലേശ്വരത്തുകാരെ, ആരംഭ റസൂലിനെ മനസ്സിന്റെ കത്ത് കൊണ്ട് നടന്ന മഹാനായ ഹംസ റളിയല്ലാഹു അൻഹു കണ്ടില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, വഹ്ശി എന്ന് പറയുന്ന മനുഷ്യൻ തന്റെ കയ്യിലിരിക്കുന്ന ചാട്ടുളി കൊണ്ട് ഏറ്റവും നല്ല വീറോടെ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിലേക്ക് വലിച്ചെറിയുമ്പോ സുബ്ഹാനല്ലാഹ്, പിരയുടെ ഭാഗത്തിലൂടെ ചാട്ടുളി പൊത്തുകയറിയിട്ട് മുൻപല്ല് തകർത്തെറിഞ്ഞിട്ട് നാവിലൂടെ ആ ചാട്ടുളി വന്ന് കൊണ്ടിരിക്കുമ്പോ ഹംസ റളിയല്ലാഹു അൻഹു അതിന്റെ രണാകടപ്പിലങ്ങ് മറഞ്ഞു വീഴുകയാ. ഒരു പർവ്വതം വീഴുന്ന പോലെ മറഞ്ഞു വീഴുകയാണ്. എന്നിട്ട് വഹ്ശി നിർത്തുന്നില്ല. വാളൂരിയെടുക്കുകയാ, ദൂരെ നിൽക്കുന്നവരെയൊക്കെ വിരട്ടി ഓടിക്കുകയാ. എന്നിട്ട് ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ മനോഹരമായ കൈ വഹ്ശിയരാ വെട്ടിയെറിയുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന് ഞാനുണ്ടെന്ന് പറഞ്ഞ കൈ, മുത്ത് റസൂലേ ഞാനുണ്ടെന്ന് പറഞ്ഞ മനസ്സ്, ആരംഭ റസൂലേ അങ്ങ് കരയേണ്ട നബിയെ, ഞാനുണ്ട് നബിയെ. അങ്ങ് ഇറങ്ങി വാ, ഞാനുണ്ടല്ലോ, പിന്നെ എന്തിനാ പേടിക്കേണ്ടതെന്ന് ചോദിച്ച ഹംസ റളിയല്ലാഹു തആല അൻഹുവിന്റെ ശരീരം അങ്ങനെ വീഴുമ്പോൾ വഹ്ശി വെട്ടുകയാണ്, നെഞ്ചു പിളർത്തുകയാണ്. അല്ലാഹുവിന്റെ റസൂലിനെ മനസ്സിന്റെ അകത്ത് കൊണ്ടു നടന്ന മനസ്സിനെ വെട്ടി ആ ഉഹദിന്റെ രണാകണം മുഴുവൻ ചോരക്കളമാവുകയാണ്. ഒരു 100 ആളുകളെ വെട്ടിയെറിയുമ്പോ എത്ര രക്തമാണോ ഒഴുകുന്നത്, അതുപോലെ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരം പൊട്ടിവിടുകുമ്പോ ആ കരള് പുറത്തെടുക്കുകയാ. ഹംസയുടെ കരള് കൊണ്ട് വാടാ എന്ന് പറഞ്ഞ ഹിന്ദിന്റെ വീട്ടിലേക്ക് ആ വഹ്ശിയതാ കരളും കൊണ്ട് ഓടി ഒളിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ഉഹദ് യുദ്ധത്തിന്റെ പരാജയം ഏറ്റുവാങ്ങി സങ്കടം മനസ്സിന്റെ അകത്ത് നിറഞ്ഞു നിൽക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിനോട് ഒരാൾ ഓടി വന്ന് പറഞ്ഞു, നബിയേ അങ്ങയുടെ ഹംസ പോയി നബിയേ, അങ്ങയുടെ ഹംസ പോയി നബിയേ. കിരീടം തലയിൽ വെച്ചുകൊണ്ട് ഇതറാത്ത പാടത്തോടെ ഊരിപ്പിടിച്ച വാള് കയ്യിൽ വെച്ചുകൊണ്ട് ഉഹദിന്റെ രണാകണത്തിൽ ചാടി ഇറങ്ങിയ ഹംസ പോയി നബിയേ, പോയി നബിയേ, പോയി നബിയേ. മുത്ത് റസൂല് ഓടുകയാണ്. ജീവിതത്തിൽ അല്ലാഹുവിന്റെ റസൂല് ഏറ്റവും അധികം കരഞ്ഞ ദിവസമേറാ. ഒട്ടുടൽമാല കഴുത്തിലിട്ട ദിവസമല്ല, അബൂജഹല് കല്ലെറിഞ്ഞ ദിവസമല്ല, ജനങ്ങൾ മുനാഫിക്കെന്ന് ജനങ്ങൾ പ്രാന്തനെന്ന് കൂക്കി വിളിച്ച ദിവസമല്ല, ത്വയ്ഫിന്റെ തെരുവോരത്ത് ഏറുകൊണ്ട് ശരീരത്തിന്റെ രക്തം പൊടിഞ്ഞ് വേദന സഹിക്കാനാകാതെ ആ രക്തത്തിലേക്ക് കൈവച്ച് പൊത്തിപ്പിടിച്ച ദിവസമല്ല. ജീവിതത്തിൽ അല്ലാഹു ഒരുപാട് സങ്കടം കൊടുത്തു. അപ്പോഴൊന്നുമല്ല ഏറ്റവും അധികം കരഞ്ഞു പോയത് 2 സമയത്താ. ഒന്ന് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ വിട പറഞ്ഞപ്പോഴാ, 2 ബഹുമാനപ്പെട്ട ഹംസത്തുൽ കറാർ. വെറുതെയല്ല നീലേശ്വരം ജാരെ ആ ചരിത്രത്തിന് വില വന്നത്. നിങ്ങളെ ഹംസ റളിയല്ലാഹു അൻഹു നാളെ പരലോകത്ത് രക്ഷപ്പെടുത്തുമെന്ന് പറഞ്ഞത് വെറുതെയല്ല. ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരം കാണാൻ അല്ലാഹുവിന്റെ റസൂൽ ഓടി ചെല്ലുമ്പോ സുബ്ഹാനല്ലാഹ്,
ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ നെഞ്ച് വെട്ടികെട്ടി 4 ഭാഗത്ത് ചിതറിക്കിടക്കുന്നു. ഹംസയുടെ കണ്ണൊരു ഭാഗത്ത്, ശിരസ്സൊരു ഭാഗത്ത്, കൈയൊരു ഭാഗത്ത്, കാലൊരു ഭാഗത്ത്. മുത്ത് റസൂലിന് വല്ലാത്ത സങ്കടം വന്നു, നൊമ്പരം വന്നു. അല്ലാഹുവിന്റെ ഹബീബ് ഇരുന്ന് കരയുന്ന കണ്ടപ്പോ സഹാബികൾക്ക് സഹിച്ചില്ല. അവരോട് വന്ന് ആരംഭ റസൂലിനെ പുണർന്നപ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സുബൈറേ സുബൈറേ, ഹംസയുടെ സഹോദരി സഫിയയെ കൊണ്ടുവന്ന് കാണിക്കല്ലേ. അവൾക്ക് ഹംസയെ വല്ലാത്ത സ്നേഹമായിരുന്നു. അവൾ ഹംസയെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു. സഫിയയെ കൊണ്ടുവന്ന് ഈ രംഗം കാണിച്ചു കൊടുത്താൽ എന്റെ സഫിയക്ക് സഹിക്കാൻ പറ്റൂല. ആ സമയത്ത് സഫിയ നടന്നു വരികയാ. നബിയേ, അങ്ങ് സഹിച്ചില്ലേ നബിയേ? പിന്നെയാണോ ഈ പാവപ്പെട്ട സഫിയ? അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹുവിന്റെ ഹബീബേ, അങ്ങയുടെ മനസ്സ് നിറച്ച് ഹംസയല്ലേ, ഹംസയുടെ മനസ്സ് നിറച്ച് അങ്ങല്ലേ, അങ്ങ് സഹിച്ചില്ലേ നബിയേ? പിന്നെയാണോ ഈ പാവപ്പെട്ട സഫിയ എന്ന സഹോദരി? അല്ലാഹുവേ, അൽകിഹാ ഫർജിഹാ ലാ തറാ ബി അഖീഹാ ലാ തറാ ബി അഖീഹാ. നബി പറയുന്നു, വേണ്ട സഫിയയെ കൊണ്ടുപോ എന്ന് ഹംസയെ സഫിയ കാണുന്നു. ഹംസയുടെ കൈ കിടക്കുന്ന കണ്ടോ, ഹംസയുടെ കാല് കിടക്കുന്ന കണ്ടോ, ഹംസയുടെ തല കിടക്കുന്ന കണ്ടോ, കൊണ്ടുപോ എന്ന് പറയുമ്പോ സഫിയ റളിയല്ലാഹു അൻഹ പറയുന്ന, നബിയേ, ഞാൻ കാണാതെ പോകൂല നബിയേ. ആകാശം മുഴുവനും ഇരുണ്ടുകൂടി, ഉഹുദ് മുഴുവനും നിശ്ചലമായി. എല്ലാ സഹാബികളും കരയുന്നു നിശ്ചലമായി. അല്ലാഹുവേ, എല്ലാം സ്തംഭിച്ചു പോയി. ഹംസ റളിയല്ലാഹു അൻഹുവിനെ കണ്ട് സഫിയ ദേഹം തളർന്ന് മണ്ണിൽ വീഴുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, ഇങ്ങനെ സ്ത്രീകൾ വീഴുമെന്ന് ഞാൻ പേടിച്ചില്ലായിരുന്നെങ്കിൽ എന്റെ ഹംസയെ ഞാൻ കബറടക്കൂല, ഇവിടെ തന്നെ ഇട്ടിരിക്കുമായിരുന്നു. കൊത്തിക്കൊണ്ടുപോകട്ടെ, കഴുകന്മാര് കൊത്തിക്കൊണ്ടുപോകട്ടെ, പക്ഷികൾ കൊത്തിക്കൊണ്ടുപോകട്ടെ, എന്റെ ഹംസ നാളെ പരലോകത്ത് അങ്ങനെ വരട്ടെ, ഞാൻ അടക്കൂലായിരുന്നു. പക്ഷേ ഇങ്ങനെ കിടന്നു പോയാൽ എന്റെ സഫിയ വീണതുപോലെ മക്കയിലെ സർവ്വ സ്ത്രീകളും ഇത് കണ്ട് നിലവിളിച്ച് വീഴുമല്ലോ. ഇത് പറഞ്ഞപ്പെടരോ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരികയാണ്. എപ്പ മുത്ത് റസൂല് കരഞ്ഞാലും ജിബ്രീൽ വരും. അല്ല പറയും, ചെല്ല്, എന്റെ ഹബീബ് കരഞ്ഞാൽ അല്ലാഹ്ക്ക് സഹിക്കാൻ പറ്റൂല. മുത്ത് റസൂലിന്റെ കണ്ണ് നിറഞ്ഞാൽ ആകാശത്തിന്റെ അധിപന് താങ്ങാൻ പറ്റൂല. അല്ലാഹുവിന്റെ റസൂല് പണമുണ്ടാക്കാനാണോ? അല്ലാഹുവിന്റെ റസൂല് തട്ടിക്കളിക്കാനാണോ? അല്ലാഹുവിന്റെ റസൂല് പേരിന് പെരുമയ്ക്കുമാണോ? എന്റെ പ്രിയപ്പെട്ടവരെ, മുത്ത് ഹബീബിന്റെ മനസ്സ് വിമ്മിപ്പൊട്ടിയോ പടച്ചവന് താങ്ങാൻ പറ്റൂല. ജിബ്രീലേ, ചെല്ല് ജിബ്രീലേ, ചെല്ല് ജിബ്രീലേ, ചെല്ല് ജിബ്രീലേ. ജിബ്രീൽ വരികയാണ്. കരയണ്ട റസൂലേ, അല്ലാഹ് ഒരു സന്തോഷം പറഞ്ഞു വിട്ട് നബിയേ. അല്ലാഹു ഒരു സന്തോഷം പറഞ്ഞു വിട്ടു നബിയേ. ജിബ്രീലിനോട് മുത്ത് റസൂല് പൊട്ടിക്കരന്നുകൊണ്ട് ചോദിച്ചു, എന്റെ ഹംസയെ കൊണ്ടുപോയിട്ട് എനിക്കെന്ത് സന്തോഷമാണ്. അന്ന ഹംസ മക്തൂബും മിൻ അഹ്ലി സമാ ഫി അഹ്ലി സമാവാതി സബ്ഇ അസദുല്ലാഹ് അസദുല്ലാഹ് അസദുല്ലാഹ്. നബിയേ, 7 ആകാശത്തിൽ ഹംസയുടെ പേര് അല്ലാഹു ഇന്നത്തെ ദിവസം എഴുതി വെച്ചിരിക്കുന്നു നബിയേ. മുത്ത് റസൂൽ ചോദിച്ചു, ആ പേരെന്താണ്? ആ പേരെന്താണ്? ആ പേരെന്താണ്? അല്ലാഹുവിന്റെ റസൂലിനോട് ജിബ്രീൽ പറഞ്ഞു, യാ ഹബീബല്ലാഹ് അസദുല്ലാഹ് അസദുല്ലാഹ്, അല്ലാഹുവിന്റെ സിംഹമെന്നാണ്. നബിയെ, 7 ആകാശത്തിൽ അങ്ങയുടെ പ്രിയപ്പെട്ട കൊച്ചാപ്പയുടെ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ പേര് അസദുല്ലാഹ്, അല്ലാഹുവിന്റെ സിംഹം എന്ന് എഴുതി വെക്കാണ്. എന്നിട്ട് മുത്ത് റസൂലിനെ അവിടെ നിന്ന് സഹാബികൾ കൊണ്ടുപോകുമ്പോ തിരിഞ്ഞു നോക്കിയിട്ട് ആ കിടക്കുന്ന ശരീരത്തിലേക്ക് നോക്കിയിട്ട് പറയുന്നു, ലൻ അസാബ ബിമിസ്ലിക അബദൻ മാ ബഖത്തു ഖത്തു മൗഖിഫൻ അഗ്യലു ഇലയ്യ മിൻ ഹാദാ. ഇന്നത്തെ ദിവസത്തെ പോലെ എന്നെ വേദനിപ്പിച്ച ഒരു ദിവസം ഈ മുഹമ്മദിന്റെ ജീവിതത്തിൽ ഇല്ല എന്ന് നബി തങ്ങൾ പറഞ്ഞപ്പോ സഹാബികൾ വന്ന് പറഞ്ഞു, നബിയെ നമുക്ക് പ്രതികാരം ചെയ്യണ്ടേ?
പ്രതികാരം ചെയ്യണ്ടേ? അള്ളാന്റെ റസൂല് പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? നീലേശ്വരത്തുകാരാ, വലഇൻ അൽഹറനി അല്ലാഹു അലാ ഖുറൈശിൻ ഫീ മൗതിന ഫീ മവാതിനിൽ അംസുഹു മസ്ലുഹുന്ന ബിസലാസീന റജുലാ. ഇതിന് പകരമായി മറ്റുള്ളവരെ കൊന്നൊടുക്കാൻ അല്ലാഹു അനുമതി തന്നാൽ എന്ന ഒരു ഹംസ റളിയല്ലാഹു അൻഹുവിന് പകരമായി ഇസ്ലാമിന്റെ 33 ശത്രുക്കളെ വെട്ടി 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 തിരിച്ചറിയാറ് ഞാൻ കൊത്തിയെറിഞ്ഞ് വലിച്ചെറിയുമായിരുന്നെന്ന് സ്നേഹത്തിന്റെ നായകനെ നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹു പറയുന്നു, ഹംസാക്ക് പകരം നീ കൊന്നു എന്ന് പറഞ്ഞാൽ 33 ശത്രുക്കൾ. ഒരു ഹംസാക്ക് പകരം 33 ശത്രുക്കളെ വെട്ടിയെറിഞ്ഞ് തലയും കൈയും കാലും ഒക്കെ പല ഭാഗത്തായി ഞാൻ വലിച്ചെറിയും. ജിബ്രീൽ വന്നു, ഫൈൻ ആഖബതും ഫആഖിബൂ ബിമിസ്ലി മാ ഉഖിബതും ബി വലൻ സബർതും ലഹു ഖൈറുൽ ലിസ്സാബിരീൻ. ഹൈന്ദവ സഹോദരങ്ങളെ, അയ്യപ്പ ഭക്തന്മാരെ, ഈശ്വര വിശ്വാസികളാര ഹൈന്ദവ മതത്തിലെ വേദങ്ങളെ ഉൾക്കൊള്ളുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ വീറും വാശിയും കാത്തു സൂക്ഷിക്കുന്ന ഇസ്ലാമിന്റെ ചുണക്കുട്ടന്മാരോട് ഖുർആൻ പറഞ്ഞു, ഫസബർതും ലഹു ഖൈറുൽ ലിസ്സാബിരീൻ. വേണമെങ്കിൽ നിങ്ങൾ എല്ലാവരെയും തിരിച്ചു കൊന്നു, പക്ഷേ കൊല്ലാറ് അതിന് പ്രതികാരം ചെയ്യാതെ ക്ഷമിക്കുന്നവരെയാണ് എനിക്കിഷ്ടമെന്ന് വിശുദ്ധ ഖുർആൻ. എനിക്കിഷ്ടമെന്ന് വിശുദ്ധ ഖുർആൻ. കരള് പോലും കൊണ്ടുപോയില്ലേ? ആരംഭ റസൂല് പറയാണ്, എന്റെ ഹംസയുടെ കരള് ആ ഹിന്ദെന്ന് പറയുന്ന പെണ്ണ് ചവച്ചരച്ച് തിന്നിറക്കിയാൽ അവൾക്ക് അല്ലാഹു നരകം കൊടുക്കൂല. എന്തുകൊണ്ടാ? ഹംസായുടെ ശരീരത്തിന്റെ ഒരംശം ആരുടെയെങ്കിലും വയറ്റിലുണ്ടെങ്കിൽ ആ ശരീരത്തിന് അല്ലാഹു നരകം കൊടുക്കൂല. അത്രയ്ക്ക് പവർ എന്റെ ഹംസാക്കുണ്ടെന്ന് സ്നേഹത്തോടെ മുത്ത് റസൂൽ നബി മുഹമ്മദ് മുസ്തഫ. വലാകിന്നൽ കബ്ദ ഇസ്തഅസത് അലാ അനിയാബിഹാ വഅദസ്തഹാ അൻ തുസീഗഹാ. ഇന്തെന്ന് പറയുന്ന പെണ്ണ് ഹംസയുടെ കരള് വായ്ക്കകത്ത് വെച്ച് ചവച്ചപ്പോ ഇറക്കാൻ കഴിഞ്ഞില്ല. പല്ലിനകത്ത് കുത്തുവീണിട്ടത് തുപ്പി ചവച്ചരച്ചു പുറത്തേക്ക് തുപ്പിയിട്ട് രാക്ഷസിയെ പോലെ പൊട്ടിച്ചിരിച്ചു. ആ ഉഹദിന്റെ ദിവസം, ഹംസ റളിയല്ലാഹു അൻഹു ഷഹീദായ ദിവസം, ഒരാൾ മുത്ത് റസൂലിന്റെ മുമ്പിലേക്ക് വരികയാണ്, നബിയേ എനിക്കൊരു കുഞ്ഞ് ജനിച്ചു, നബിയേ ഒരു കുഞ്ഞ് ജനിച്ചു. മാ നുസമ്മീഹി യാ റസൂലല്ലാഹ്, അതിനവിടുന്നൊരു പേരിടണം, അതിനവിടുന്നൊരു പേരിടണം. അല്ലാഹുവിന്റെ റസൂല് പൊട്ടിക്കരയാൻ തുടങ്ങി. എന്തൊരു സ്നേഹമാ പ്രിയപ്പെട്ടവരെ! നിങ്ങൾ കൊടുക്കുന്നതിന്റെ 100 ഇരട്ടി നിങ്ങൾക്ക് തിരിച്ചു തരും, ഉറപ്പാണ്. ശംസുൽ ഉലമ നവറല്ലാഹു മർക്കദു. അതുകൊണ്ടല്ലേ അഹ്ലു ബൈത്തിൽപ്പെട്ട 5 വയസ്സുള്ള കുഞ്ഞു വന്നാലും എഴുന്നേറ്റ് പോയി മുസാഫത്ത്. എന്തുകൊണ്ടാ? ആരുടെ പാരമ്പര്യമാ, ആരുടെ രക്തമാ, ആരുടെ കുടുംബമാ? മുത്ത് ഹബീബല്ലേ, ഹബീബല്ലേ. അല്ലാഹു സയ്യിദന്മാരുടെ പൊരുത്തം തരട്ടെ. അള്ളാന്റെ റസൂലിനോട് ചോദിച്ചു, മാ നുസമ്മീഹി യാ റസൂലല്ലാഹ്, ഈ കുഞ്ഞിന് ഞങ്ങൾ എന്ത് പേരിടും? അള്ളാന്റെ റസൂല് കരഞ്ഞു. എന്നിട്ട് മുത്ത് റസൂല് പറഞ്ഞു, അഫ്ളലുൽ അസ്മാഇ ഇൻദല്ലാഹ് അബ്ദുല്ലാഹ് വ അബ്ദുർ റഹ്മാൻ. അള്ളാന്റെ അടുത്ത് അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട പേര് അബ്ദുല്ലാഹ്, അബ്ദുറഹ്മാൻ എന്നാണ്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പേര് അബ്ദുല്ലാഹ്, അബ്ദുറഹ്മാൻ എന്നാണ്. ബി അഹബ്ബിൽ അസ്മാ ഹംസ, എന്നാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പേര് ഹംസ എന്നാണ്. നിന്റെ പൊന്നുമോന് ഹംസ എന്ന് പേരിട്ടോ, നിന്റെ പൊന്നുമോന് ഹംസ എന്ന് പേരിട്ടോ, നിന്റെ പൊന്നുമോന് ഹംസ എന്ന് പേരിട്ടോ. മുത്തുനബി മുഹമ്മദ് മുസ്തഫ. എന്തൊരു സ്നേഹമാറും! റസൂലിനെ തന്നെ സ്നേഹിക്കണം, എങ്കിലല്ലേ തിരിച്ചു കിട്ടുള്ളൂ, എങ്കിലല്ലേ തിരിച്ചു കിട്ടുള്ളൂ. ഈ വഹശിയില്ലേ, ഈ വഹശി ഇപ്പൊ നിങ്ങൾ വെറുത്തില്ലേ? ഇപ്പൊ നിങ്ങൾ മനസ്സുകൊണ്ട് ശപിച്ചില്ലേ? അവൻ വെട്ടിയില്ലേ, അവൻ കൊന്നില്ലേ? അങ്ങനെ ശപിച്ച നിങ്ങളെ കൊണ്ട് ആ വഹശിയുടെ പേര് കേൾക്കുമ്പോ റളിയല്ലാഹു അൻഹു എന്ന് പറയിപ്പിക്കാൻ പോവാൻ, റളിയല്ലാഹു അൻഹു എന്ന് പറയിപ്പിക്കാൻ പോവാൻ. എന്തേ സംഭവിച്ചെന്നറിയോ? പിന്നീട് വഹശി ഓടി, വഹശി ഓടി. ഒരു സമാധാനമില്ല, രക്ഷയില്ല. ഓടി. ഒരുപാട് സ്വത്ത് കിട്ടി, സ്വർണം കിട്ടി, പദവി കിട്ടി, പവർ കിട്ടി, ഒക്കെ കിട്ടി. പക്ഷേ വഹശിയെ സംബന്ധിച്ചിടത്തോളം മനസ്സിന് സമാധാനമില്ല.
എന്നെങ്കിലും ഇസ്ലാമിന്റെ ആളുകൾ അവനെ കാണും. ആരെയാ കൊന്നത് എന്നെങ്കിലും കാണും. അന്ന് തിരിച്ചു കൊല്ലാൻ വേണ്ടി ഹംസ റളിയല്ലാഹു അൻഹുവിനെ കൊന്ന അതേ ചാട്ടുളി സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു വഹശി. പക്ഷെ ഒരാൾ വന്നിട്ട് പറഞ്ഞു, വഹശി നീ ടെൻഷനൊന്നും വേണ്ട, നീ മുത്ത് റസൂലിന്റെ അടുത്ത് പോയി ഷഹാദത്ത് കലിമ പറഞ്ഞ് മുസ്ലിം ആയാൽ അള്ളാഹുവിന്റെ റസൂൽ എല്ലാം നിനക്ക് പൊരുത്തപ്പെട്ടു തരുമെന്ന്. ഇങ്ങനെ നേരെ പോയാൽ അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ എത്തുന്നതിന് മുമ്പ് വഹശി നിന്നെ ഇസ്ലാമിന്റെ പുലിക്കുട്ടുകൾ പിടിച്ച് വെട്ടി എരിയുമെന്ന് പറഞ്ഞപ്പോൾ വഹശിയുടെ മനസ്സൊന്ന് ഭയന്നു, മുഖം മൂടി ധരിച്ചു. വിറയ്ക്കുന്ന പാദങ്ങളോടെ വഹശിയതാ ആരംഭ റസൂലിന്റെ ഹദറത്തിലേക്ക് ചെല്ലുകയാണ്. മദീനയുടെ മുത്ത് റസൂലിന്റെ മുറ്റത്തെത്തുമ്പോ വഹശി അത്ഭുതത്തോടെ നോക്കി നിൽക്കുകയാണ്. എന്തോ ഒരു പരിശുദ്ധമായ ഭൂമുഖമാണ്. എന്നെ ഒന്നും ചെയ്യൂല, എന്നെ അടിക്കൂല, എന്നെ ഇടിക്കൂല, എന്നെ ഉപദ്രവിക്കൂല. അള്ളാന്റെ റസൂലിന്റെ ഭൂമുഖം കണ്ടപ്പോ സന്തോഷം തോന്നി. പക്ഷേ ഹംസ ഇഷ്ടപ്പെട്ടിരുന്നതല്ലേ ഹംസ റളിയല്ലാഹു അൻഹുവിനെ മനസ്സിന്റെ അകത്ത് വാരിപ്പുണർന്നു പോയ മുത്ത് റസൂലല്ലേ. എന്തായിരിക്കും എന്നോട് പറയുക? എനിക്കറിയില്ല പടച്ചവനെ, എന്നെ ഏത് രീതിയിലായിരിക്കും സ്വീകരിക്കുക എനിക്കറിയില്ല തമ്പുരാനെ. വഹശിയതാ ആരംഭ റസൂലിന്റെ തിരുമുമ്പിൽ വന്നിട്ട് പറയുന്നു, യാ ഹബീബല്ലാഹ്, നബിയേ, ആരെന്ത് തെറ്റ് ചെയ്താലും ഇസ്ലാമിലേക്ക് കടന്നു വന്നാ നിങ്ങൾ പുറത്തു കൊടുക്കുമോ നബിയെ? നിങ്ങൾ പൊരുത്തപ്പെട്ട് കൊടുക്കുമോ നബിയെ എന്ന് ചോദിക്കുമ്പോൾ അള്ളാന്റെ റസൂലിന്റെ മുമ്പിൽ മുഖം മൂടി വെച്ചുകൊണ്ട് ഇത് വഹശിയാണെന്നറിയുന്നില്ല. ആ രീതിയിലൂടെ കടന്നു വരുമ്പോ അള്ളാന്റെ റസൂൽ ആ ചോദ്യം ഇങ്ങനെ കേൾക്കുമ്പോ മനസ്സിന്റെ അകത്തൊരു സങ്കടം പോലെ തോന്നുകയാണ്. ആരെന്ത് തെറ്റ് ചെയ്താലും ഇസ്ലാമിലേക്ക് വന്നാൽ പുറത്തു കൊടുക്കുവോ നബിയെ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അതെ, എന്ത് തെറ്റും പൊരുത്തപ്പെട്ടു കൊടുക്കും. മുസ്ലിമായാൽ പിന്നെ പഴയകാല തെറ്റുകളൊക്കെ പൊരുത്തപ്പെട്ടു കൊടുക്കുമെന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ അരികിലേക്ക് കുറച്ചുകൂടി നീങ്ങിയിരുന്നിട്ട് വഹശി ചോദിക്കുകയാണ്, അങ്ങയുടെ പ്രിയപ്പെട്ടവനായ ഹംസയെ ഉഹദിന്റെ രണാകണത്തിൽ വെട്ടി എരിഞ്ഞ് കഷണമാക്കി വലിച്ചെറിഞ്ഞ വഹശി ഇസ്ലാമരം സ്വീകരിച്ചാൽ അങ്ങ് പൊരുത്തപ്പെട്ടു കൊടുക്കുമോ? ഒരു ചോദ്യം അങ്ങോട്ട് ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ മനസ്സങ്ങ് കിടുകിടുത്തു പോയി. ആ ദിവസം ഓർത്തുപോയി. മുത്ത് റസൂൽ പെട്ടെന്ന് തിരിഞ്ഞു, അന്ത വഹശി, നീ വഹശിയല്ലേ. മുഖം മൂടി വലിച്ചു മാറ്റിയിട്ട്, യാ ഹബീബല്ലാഹ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഞാൻ മുസ്ലിമാകുന്ന നബിയേ. അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണുകൾ ഇങ്ങനെ നിറഞ്ഞൊഴുകി. ആരംഭ റസൂൽ പറയുകയാണ്, ഹദ്ദിസ്നി കൈഫ ഖതൽത ഹംസ, നീ അന്ന് പോയതല്ലേ, പിന്നെ നീ വന്നിട്ടില്ലല്ലോ, പിന്നെ നിന്നെ കണ്ടിട്ടില്ലല്ലോ. അതുകൊണ്ട് ഫഹദ്ദിസ്നി കൈഫ ഖതൽത ഹംസ, എന്റെ ഹംസയെ നീ എങ്ങനെയാണ് കൊന്നതെന്ന് എന്നോടൊന്ന് പറയുവോ? വഹശി കരയാൻ തുടങ്ങി. യാ ഹബീബല്ലാഹ്, വേദനിപ്പിക്കല്ലേ, അറിയാതെ ചെയ്തതല്ലേ. അങ്ങയുടെ മനസ്സിൽ ഇത്രത്തോളം ഹംസാക്ക് സ്ഥാനമുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല നബിയെ. ഇസ്ലാമിൽ ഇത്രത്തോളം ഒരു വലിയ വീര്യമുള്ള ആളാണ് ഹംസ എന്ന് ഞാൻ അറിഞ്ഞില്ല നബിയെ. അതുകൊണ്ട് എനിക്ക് പൊരുത്തപ്പെടണം നബിയെ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, പറയുക, എങ്ങനെ കൊന്നെന്ന് പറയുക. വഹശി പറയുകയാണ്, ഒരു ചാട്ടുളി ഞാൻ ഒരുക്കി വെച്ചു നബിയേ. എന്തെന്ന് പറയുന്ന പെണ്ണിന്റെ ശരീരവും കണ്ടാഭരണവും ഒക്കെ കൊതിച്ചുകൊണ്ട്, യാ റസൂലല്ലാഹ്, ആ ചാട്ടുളിയും കൊണ്ട് ഞാൻ ഉഹദിന്റെ പാറമടക്കുകൾക്കിടയിൽ ഒളിച്ചിരുന്ന നബിയെ. അല്ലാഹുവിന്റെ റസൂൽ പറയുക. വഹശി പറയുന്നു, യാ റസൂലല്ലാഹ്, മുമ്പിൽ വരുന്നവരെയൊക്കെ വെട്ടിയെറിഞ്ഞിട്ട് ഹംസ വരുമ്പോ ആരംഭ റസൂൽ പറയുന്നു, മതി വഹശി, കേൾക്കണ്ട എനിക്ക്. എന്റെ മുത്തിനെ വെട്ടോ, എന്റെ ഹംസയെ കൊല്ലോ, നിനക്ക് എങ്ങനെ കഴിഞ്ഞു വഹശി? എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ആരംഭ റസൂൽ പറയുകയാണ്, വഹൽ തസ്തതിഉ അൻ തുഗയ്യിബ വജ്ഹക അന്നീ. സ്നേഹനായകന്റെ
ചോദ്യത്തിന് മുന്നിൽ തോറ്റുപോകും നമ്മളെല്ലാം. ഫഹൽ തസ്തതിഉ അൻ തുഅയ്യിബ വജ്ഹി, ഞാൻ വരുന്ന സ്ഥലത്ത് വരാതെ ഒന്ന് മാറി നിൽക്കുമോ? നീ എനിക്ക് നിന്നെ കാണണ്ട, എവിടെ വന്നാലും നിന്നെ എനിക്ക് കാണണ്ട, എവിടെ പോയാലും നിന്നെ എനിക്ക് കാണണ്ട. ഒരു മജ്‌ലിസിലും എന്റെ മുമ്പിൽ വരാറ് നിന്റെ മുഖമൊന്ന് മറച്ചു വെക്കുവോ, നിന്റെ മുഖമൊന്ന് മാറ്റി വെക്കുവോ വഹശി? അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ നിന്നിറങ്ങിപ്പോര വഹശി പറയുകയാണ്. ഇനി പറയുന്നത് മുഴുവനും വഹശിയാണ്. ഇനി പറയുന്നത് നൗശാദ് വാക്കവിയല്ല, ഇനി പറയുന്നത് മുത്ത് റസൂൽ, ഇനി പറയുന്നത് അല്ലാഹുവിന്റെ സിംഹമാകുന്ന ഹംസ റളിയല്ലാഹു അൻഹു അല്ല. ഇനി ചരിത്രത്തിന്റെ സമാപനം പറയുന്നത് വഹശിയാണ്. മുത്ത് റസൂലിന്റെ മുമ്പിലിരുന്ന് പൊട്ടിക്കരഞ്ഞ് കരഞ്ഞ് കരഞ്ഞ് കണ്ണീരൊഴുക്കിയിട്ട് വഹശിയതാ തിരുഹദറത്തിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് പറയുന്നു, വലം വലം യറനീ ഹത്തോ ഖബലഹുല്ലാഹ്. അന്ന് കണ്ടതാണ്. പിന്നെ മുത്തു റസൂൽ ലോകത്തിൽ നിന്ന് വിട പറയുന്നത് വരെ ഈ വഹശിയെ പിന്നെ കണ്ടിട്ടില്ല. ഞാൻ പിന്നെ പോയില്ല. എന്റെ മുത്തിന്റെ മനസ്സ് വേദനിക്കുന്നെങ്കിൽ പിന്നെ എന്തിനാണ് എന്റെ മുഖം കാണുന്നത്? എന്റെ മുത്തിന്റെ മനസ്സ് സങ്കടപ്പെടുമെങ്കിൽ പിന്നെ വഹശി എന്തിനാണ് ഹബീബിന്റെ ചാരത്ത് പോകുന്നത്? ഞാൻ പിന്നെ പോയില്ല. വഹശി പറയുകയാ, പക്ഷേ എനിക്ക് ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നു. ആരെയാ ഞാൻ കൊന്നത്? ഞെട്ടി ഞെട്ടി ഉണരുകയാണ്. രാത്രിയിൽ ഞെട്ടി ഉണരുകയാ. ഉറക്കമില്ല, ഭക്ഷണമില്ല, സമാധാനമില്ല. എന്തെങ്കിലും ഒരു പ്രതിവിധി വേണമല്ലോ. ഞാനും ഒരു സഹാബിയാണ്, പക്ഷേ സഹാബികളിൽ ഏറ്റവും അവസാനത്തെ ആള് വഹശി. എല്ലാ സഹാബികൾക്കും പദവിയുണ്ട്, പവറുണ്ട്. പക്ഷേ സഹാബികളിൽ ഏറ്റവും പദവി കുറഞ്ഞ ആളാരാണ്? വഹശിയാണ്. പദവി കുറഞ്ഞയാള് വഹശിയാണ്. എന്തേ കാരണം? ആരംഭ റസൂലിന്റെ മനസ്സിന്റെ രാജകുമാരനെ വെട്ടിയെറിഞ്ഞത് കൊണ്ടാണ്. അല്ലാഹുവേ, സമാധാനമില്ലാതെ വഹശി നടന്നിട്ട് അവസാനം അതിനൊരു പ്രതിവിധി ചെയ്തു പോയി. ആ പ്രതിവിധി അറിയുമ്പോഴാണ്, അറിയാതെ വഹശിയുടെ പേര് കേൾക്കുമ്പോ നീലേശ്വരത്ത് വന്നവരെ വെറുപ്പൊക്കെ മാറ്റിവെച്ചുകൊണ്ട് നിങ്ങളും റളിയല്ലാഹു അൻഹു പറയുന്നത്. കരഞ്ഞാൽ തെറ്റ് ചെയ്തവർക്ക് അല്ലാഹ് പുറത്തു കൊടുക്കൂലേ? നമ്മളും ഇന്ന് കരയാൻ പോകുന്നു, നമ്മളും ഇന്ന് നിലവിളിക്കാൻ പോകുന്നു. അല്ലാഹു നമ്മുടെ ദുആക്ക് ഉത്തരം തരട്ടെ, അല്ലാഹു നമ്മുടെ ദുആവിന് ഉത്തരം തരട്ടെ. ആ വഹശി രാവും പകലുമില്ലാതെ ഉറക്കമിടിഞ്ഞ് പൊട്ടിക്കരയുമ്പോ പെട്ടെന്ന് വഹശിയുടെ മനസ്സിലേക്ക് ഒരു സംഭവം കടന്നു വരികയാ. ജനങ്ങളൊക്കെ വന്നു പറയുന്നു, മുസൈലിമത്തുൽ കദ്ദാബ് എന്ന വിജുഗീഷുവാര്, വില്ലാള് വീരനായ തന്റെ ഇടിയായ ഏറ്റവും വലിയ അഭ്യസ്തവിദ്യനായ ഒരു കള്ളപ്രവാചകൻ മുത്ത് റസൂലിനെ ചീത്ത വിളിച്ചുകൊണ്ട് കടന്നു വന്നിരിക്കുകയാ. മുസൈലിമത്തുൽ കദ്ദാബ് കള്ളപ്രവാചകൻ, അല്ലാഹുവിന്റെ റസൂല് കള്ളനാ, ഞാനാണ് യഥാർത്ഥ പ്രവാചകൻ എന്ന് പറഞ്ഞ് രംഗത്ത് വന്നെന്ന് പറഞ്ഞപ്പോ ആടി എഴുന്നേറ്റിട്ട് മനസ്സുകൊണ്ട് വിചാരിച്ചു, അൽഹംദുലില്ലാഹ്, ഹംസ റളിയല്ലാഹു അൻഹുവിനെ കൊന്നതിന് പകരം ദീനിന്റെ പേരിൽ കള്ളം പറയുന്ന യവനെ തിരിച്ചു കൊന്നാലോ? ഒരു പ്രതികാരം വേണ്ടേ? സമാധാനമില്ല. ചിന്തിച്ചിട്ട് ഉറക്കം വരുന്നു, എന്തെങ്കിലും ഒന്ന് തിരിച്ചു ചെയ്യണം. ഹംസ റളിയല്ലാഹു അൻഹുവിനെ കൊന്നതിന് പകരം അങ്ങനെ ഹംസ റളിയല്ലാഹു അൻഹുവിനെ കൊന്ന ചാട്ടുളി എടുത്ത് കയ്യിൽ വെച്ചു. എന്നിട്ടോ ലഅല്ലി യഖ്തുലുഹു ഫകാഫ ബിഹി ഹംസ, ആ മുസൈലിമത്തുൽ കദ്ദാബിനെ ഞാൻ കൊന്നുപോയാൽ എനിക്ക് പകരമാകുമല്ലോ, ഹംസ റളിയല്ലാഹു അൻഹുവിനെ കൊന്നതിന് പകരമാകുമല്ലോ. മുത്ത് റസൂലിനെ തെറി വിളിച്ചുകൊണ്ട് കള്ളനാണ്, ചതിയനാണെന്ന് പറഞ്ഞ് നടക്കുന്ന മുസൈലിമത്തുൽ കദ്ദാബിന് വേണ്ടി ഹംസ റളിയല്ലാഹു അൻഹുവിനെ വകവരുത്തി അതേ ചാട്ടുളി എടുത്തൊരുക്കി വെക്കുകയാ. അഖദതു ഹർബത്തി, ആ വഹശി പറയുന്ന, ഞാൻ എന്റെ ആയുധം കയ്യിലെടുത്തു. ഏത് ആയുധമാ? അല്ലതീ ഖതൽത ബിഹാ ഹംസ, ഹംസയെ കൊന്ന ആയുധം. കരഞ്ഞിട്ടാണ് എടുത്തത്. ഈ ചാട്ടുളിയൂടെയല്ലേ ഹംസയുടെ കഴുത്തിന്റെ ഭാഗം കടന്നുപോയത്. എന്നിട്ട് ഞാൻ ആ ചാട്ടുളിയും കൊണ്ട്, ഏറ്റവും വലിയ അഭ്യസ്ത വിദ്യനല്ലേ, ഏറ്റവും നല്ല ചാട്ടുളി വീരനല്ലേ, ആ ചാട്ടുളിയും കൊണ്ട് ഞാൻ കടന്നുപോയി നോക്കുമ്പോ ആജാന ബാഹുവാര മുസൈലിമത്തുൽ കദ്ദാബ് ജനങ്ങളെ മുമ്പിൽ നിന്ന് പ്രസംഗിക്കാണ്, ഞാനാണ് പ്രവാചകൻ മുഹമ്മദ് കള്ളനാണ്. മുസൈലിമത്തുൽ കദ്ദാബിനെ കണ്ടപ്പോ ജനങ്ങൾ പറഞ്ഞു, വഹശി, മുസൈലിമത്തുൽ കദ്ദാബ് വലിയ അഭ്യസ്ത വിദ്യനാണ്, നല്ല കഴിവുള്ളവനാണ്. വഹശി പൊട്ടിച്ചിരിച്ചുകൊണ്ട് കടന്നു പോടാ,
100 മുസൈലിമത്തുൽ കദ്ദാബിന്റെ ശക്തി ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ രോമത്തിന്റെ അടുത്ത് വരൂല. ആ ഹംസയെ കൊന്ന് എന്നോടാണോ കേവലം ഒരു പീറച്ചക്കനാറ് മുസൈലിമത്തുൽ കദ്ദാബിനെ പറന്ന് വിരട്ടുന്നത്? എന്റെ ചാട്ടുളിക്കൊരുത്തനെയും പേടിയാവൂല, എന്റെ ചാട്ടുളിക്കൊരുത്തനെയും പേടിയാവൂല. മുസൈലിമത്തുൽ കദ്ദാബ് അതാ നിന്നുകൊണ്ട് പ്രസംഗിക്കുമ്പോ വഹശി എന്ന് പറയുന്ന മനുഷ്യനതോ ചാട്ടുളിയെടുത്ത് പൊട്ടിക്കരന്നിട്ട് പറയുന്നു, യാ അല്ലാഹ്, മുത്ത് ഹബീബിന്റെ പൊന്നാര മനസ്സിന്റെ രാജാവാര ഹംസയെ കൊന്നൊടുക്കിയതിന് പകരമായിട്ട് എനിക്ക് മുസൈലിമത്തുൽ കദ്ദാബിലൂടെ ഒരു തിരിച്ചുവരവ് സന്തോഷത്തോടെ തരണേ അല്ലാഹ് എന്ന് പറഞ്ഞിട്ട് ആ ചാട്ടുളി കൊണ്ട് മുസൈലിമത്തുൽ കദ്ദാബിന്റെ നെഞ്ചകം പിളർന്നു പോകുന്ന തരത്തിൽ എത്രയോ ദൂരത്തിൽ നിന്നോ ഒരു സെക്കൻഡ് തെറ്റാതെ നെഞ്ചു പുളന്നകത്തേക്ക് കടന്നു പോയപ്പോ വഹശി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അൽഹംദുലില്ലാ. അങ്ങനെ അള്ളാഹുവിന്റെ സിംഹം എന്ന് പറയുന്ന ആ വിലപിടിപ്പുള്ള വസ്തുവിനെ ലോക ചരിത്രത്തിൽ ഓർമ്മയാക്കി മാറ്റിയ വഹശി ഒരു പരിധിവരെ പ്രതികാരമല്ലെങ്കിലും സമാധാനത്തിനൊരു ആശ്വാസത്തിന് മുസൈലിമത്തുൽ കദ്ദാബിനെ കൊന്നൊടുക്കി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ഗുരുത്വവും പൊരുത്തവും നമുക്ക് തന്ന് അനുഗ്രഹിക്കട്ടെ.